എല്ലാ മേഖലയിലും ദൈവം നമ്മളെ സാക്ഷ്യമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ. വലിയ മഹത്വത്താൽ ദൈവം നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എല്ലാ ദിവസവും നമ്മൾ പറയുന്നത് പോലെ കണ്ടുകൊണ്ട് വിശ്വാസത്താൽ ഉറപ്പിച്ചുകൊണ്ട് പറയണം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗശക്തിക്കോ രോഗാത്മാവിനോ രോഗത്തിൻ്റെ ഒന്നിനോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തതില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി നന്ദി പറയുന്നു. വലിയ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ മേഖലയിലും നമ്മളെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്. സകല വിഷയത്തിലും നമ്മളെ സാക്ഷ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് നമ്മളെ എല്ലാത്തിൻ്റെ മേലും സകല കാര്യത്തിൻ്റെ മേലും നമ്മളെ അത്ഭുതമാക്കി മാറ്റും. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവാത്മാവിനാൽ എല്ലാം കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. തുടർച്ചയായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടുവരുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. രോഗശാന്തിയും ആരോഗ്യവും വരുത്തും. സമാധാനത്തിനെ പോലെ ആമേ. നമ്മൾ ഇന്നലെ കേട്ട് രോഗശാന്തിയും സമൃദ്ധിയും വരുത്തും, അല്ലെ? നമുക്ക് കഴുകനെ പോലെ നമ്മുടെ യൗവനം പുതുക്കും. ഇതൊക്കെ വചനത്തിൽ നമ്മളൊരു വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്നൊക്കെ കേട്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നമുക്കൊരു മതം വേണം. ആ മതത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മളെ ചിന്തയിൽ നമുക്ക് സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്കൊരു മതം വേണം. മതത്തിൻ്റെ അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് പലപ്പോഴും നമ്മൾ പോകുന്നത്. പക്ഷേ വിശ്വാസ ജീവിതം, അതാ ക്രിസ്തുവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. എപ്പോഴും ഓർത്തണം, നമ്മളെ സൃഷ്ടിച്ചതാണ്. നമ്മൾ ആരും ഉണ്ടായി വന്നതല്ല, നമ്മളെ സൃഷ്ടിച്ചതാണ്. നമുക്കൊരു ഉടയവനുണ്ട്, ഉടമസ്ഥനുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ കൈപ്പണിക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. അത് കർത്താവിൻ്റെ കരത്താൽ നിർമ്മിക്കപ്പെട്ടവരാണ്. അപ്പം ഇത് നമുക്കൊരു ഉടമസ്ഥനുണ്ട്. നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ അനാഥരല്ല. അപ്പോൾ വിശ്വാസ ജീവിതം എപ്പോഴും ഞാൻ പല ആൾക്കാരോട് സംസാരിച്ച സമയത്ത് ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റേതോ ഇതിൽ ജനിച്ചു വളർന്നു, ഞാൻ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നു, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അല്ല, യഥാർത്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്ന സമയത്ത് നമ്മളെ നിർമ്മിച്ച ഒരു ദൈവമുണ്ട്. നോക്കിക്കോണം, നമ്മളെ നിർമ്മിച്ച ഒരു ദൈവമുണ്ട്. നമ്മളെ സൃഷ്ടിച്ചതാണ് ദൈവം. അപ്പൊ ഈ ദൈവത്തിന് നമ്മുടെ മേൽ വലിയ പദ്ധതികളുണ്ട്. ഈ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന സമയത്ത് ആ കുഞ്ഞ് ജനിക്കുന്നു, കുഞ്ഞിൻ്റെ ഓരോ പടിയിലും വളരുന്ന സമയത്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് നമ്മുടെ അല്ലേ? നമ്മളിൽ നിന്നും ഉത്ഭവിക്കപ്പെട്ട ഒരു തലമുറയാണ് നമ്മുടെ തലമുറകൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങളെ കരുതുന്നു, അവർക്ക് ആഹാരം കൊടുക്കുന്നു, അവർക്ക് വസ്ത്രം കൊടുക്കുന്നു, അവർക്ക് നല്ലൊരു ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. എന്തിനാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ സൃഷ്ടിച്ചവരാണ്, അല്ലേ? നമ്മൾ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചവരാണ്, നമ്മളിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ടവരാണ്. അപ്പം അവരെ നമ്മൾ സ്നേഹിക്കുന്നു, അവരെ നമ്മൾ കെയർ. ഇതേപോലെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നിങ്ങളും ഞാനും. അപ്പൊ ഈ ദൈവത്തിന്റെ സൃഷ്ടിയായ നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളുടെ മേൽ പദ്ധതിയുണ്ട്. എന്നാൽ ഇടയിൽ വന്ന പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് നാം അകന്നുപോയി. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പാപനിമിത്തം ഏദേൻ തോട്ടത്തിൽ നിന്ന് എന്ത് ചെയ്തു? അവര് മാറിപ്പോയി. എന്നാൽ വീണ്ടും യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവമാകുന്ന സാക്ഷാൽ ദൈവം
മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് യേശു ക്രിസ്തു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, സാക്ഷാൽ ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് യേശു ക്രിസ്തു. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് മൂന്നായി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് ഒരിക്കലും പഠിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമേ അല്ല ദൈവം എന്ന് പറയുന്നത്, ക്രിസ്തു എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ അല്പബുദ്ധിക്കകത്ത് പഠിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ സത്യം, സാക്ഷാൽ വചനമാകുന്ന ദൈവം ഈ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് പുത്രന്റെ രൂപത്തിൽ ഒരേ സമയം പിതാവായും ഒരേ സമയം പുത്രനായും ഒരേ സമയം ആത്മാവാകുന്ന ദൈവമായി, എന്നാൽ വ്യത്യസ്തമായ 3 രീതിയിലും വെളിപ്പെടാൻ കഴിവുള്ള, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായ ഒരു ശക്തിയാണ് ദൈവം. അപ്പൊ നമ്മളെ രക്ഷിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിന്റെ ശമ്പളമായ മരണത്തെ സ്വന്തം ശരീരത്തിൽ വഹിച്ച്, ആ ശരീരത്തെ യാഗമർപ്പിച്ച്, പാപത്തിന്റെ ശമ്പളമായ മരണത്തെ ഏറ്റ് നീതി വെളിപ്പെടുത്തി എന്നെയും നിങ്ങളെയും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി നീതിമാന്മാരാക്കി മാറ്റിയതിന്റെ പേരാണ് വിശ്വാസ ജീവിതം, അഥവാ പുത്രത്വത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവന്നു. അപ്പൊ ഇതാണ് വിശ്വാസ ജീവിതം. അപ്പൊ ഇവിടെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്, നിങ്ങളെപ്പറ്റി വലിയ പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾ മനസ്സിലാക്കി വേണം നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ജീവിക്കുവാൻ. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ കാണുന്ന സമയത്തൊക്കെയും യേശുക്രിസ്തു വന്നിട്ട് പറയുന്നതും സങ്കീർത്തനക്കാരൻ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സങ്കീർത്തനം എഴുതുന്ന സമയത്ത് ദാവീദ് ഉൾപ്പെടെയുള്ള സകല സങ്കീർത്തന കർത്താക്കളും പഴയ നിയമത്തിൽ എഴുത്തുകാരെല്ലാം ഏദൻ തോട്ടത്തിൽ പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ തലമുറകളാണ്. അവരെല്ലാം പാപനിമിത്തം അകന്നുപോയി. അവരുടെ എല്ലാവരുടെ ആഗ്രഹം വീണ്ടും ദൈവത്തിലേക്ക് മടങ്ങി വരണം, ആ അനുഭവത്തിലേക്ക് മടങ്ങി വരണം. പക്ഷെ അവരങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലാത്തത് കൊണ്ട്, അവർ പാപത്തിന് ദാസന്മാരായിരിക്കുന്നത് കൊണ്ട് അവരുടെ വാക്കുകൾ പലപ്പോഴും അഭയയാചനകളും കണ്ണുനീരും അവരുടെ വേദനകളും എല്ലാം അതിൻ്റെ അകത്ത് വരും. അങ്ങനെ ഒരു കാലഘട്ടമാണ് മലാക്കി വരെയുള്ളത്. മലാക്കി പുസ്തകത്തിന് ശേഷം മത്തായി ആരംഭിക്കുമ്പോൾ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവിന്റെ അടുക്കൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നു. എന്തിനാ വന്നിരിക്കുന്നത് അറിയാമോ? നിങ്ങളെ പുത്രന്മാരാക്കേണ്ടതിന്. അപ്പൊ പുത്രന്മാരല്ലേ? ആയിരുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ സന്തതി എന്ന് പറയുമ്പോൾ നീതിമാന്മാരാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പൊ നമ്മൾ പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതുകൊണ്ടാണ് നമ്മളെ ദത്തെടുത്തിരിക്കുന്നു എന്ന് ബൈബിളിൽ പറയാൻ കാരണം. ആമേൻ. അപ്പൊ നമ്മളെ ദത്തെടുത്തിരിക്കുന്നു എങ്ങോട്ട്? പുത്രത്വത്തിലേക്ക്. അപ്പൊ നിങ്ങൾ ഈ ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുന്ന വിശ്വാസ ജീവിതത്തിൽ മക്കൾക്കുള്ള ആഗ്രഹങ്ങൾ, അവകാശങ്ങൾ, നിങ്ങൾ വീണ്ടും തിരിച്ചു പഴയ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നു. ദൈവത്തിന്റെ പിതൃത്വത്തിലേക്ക്, പുത്രത്വത്തിലേക്ക് നിങ്ങൾ വരികയും ദൈവം നിങ്ങളുടെ പിതാവായി മാറുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതാണ് വിശ്വാസ ജീവിതം. എന്നിട്ട് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇനി യാചിക്കുന്നവരല്ല, ഇനി നിങ്ങൾ അവകാശികളാണ്. മറന്നുപോകല്ലേ, അവകാശം വേറെ, യാചന വേറെ. അതുകൊണ്ടാണ് നിങ്ങൾ ബൈബിൾ തുറക്കുന്ന സമയത്ത്, നമ്മൾ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ എളുപ്പത്തിൽ ഒരു സങ്കീർത്തനം എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്കൊരു വാക്യം കാണാം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരങ്ങളെ യഹോവയെ സ്തുതിക്കുക എന്ന് പറഞ്ഞ് പല സങ്കീർത്തനങ്ങളും നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പൊ അതിൻ്റെ അത് വായിച്ച് പല സങ്കീർത്തനങ്ങളിലേക്ക് വരുന്ന സമയത്ത്, ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എൻ്റെ നിലവിളി കേട്ടില്ല, അവൻ എൻ്റെ മുഖം മറച്ചു എന്നൊക്കെ പറയുന്ന പല രീതിയിൽ പല സങ്കീർത്തനങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ ഇത് കാണുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ടെൻഷൻ വരത്തില്ല. അയ്യോ ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സങ്കീർത്തനം തുറന്ന സമയത്ത് ആ സങ്കീർത്തനം പറയുന്നു, യഹോവ എൻ്റെ നേരെ മുഖം മറക്കരുതേ എന്നൊക്കെ പറഞ്ഞ സങ്കീർത്തനം. അപ്പൊ ബ്രദറെ, എൻ്റെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടോ ബ്രദറെ? ഞാൻ ആ എടുത്ത സമയത്ത് ആ വാക്യമുള്ള ഒരു കാര്യം ഉറപ്പിച്ചോണം, സങ്കീർത്തനം വായിക്കുന്നതും എഴുതുന്ന കാലഘട്ടത്തിന്റെ അകത്ത് ദാസന്മാരുടെ കാലഘട്ടമാണ്. യഹോവ എന്നൊരു പദം നിങ്ങൾ കണ്ടോ? എന്നാൽ പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്ത് പോലും യഹോവ എന്നൊരു പദം അവിടെ ഉപയോഗിക്കാത്തതിന്റെ കാരണം, അവിടെ യഹോവ നിങ്ങൾക്ക് പിതാവായി മാറിയിരിക്കുന്നു. പിതാവായ ദൈവം. അപ്പൊ നിങ്ങൾ വ്യത്യാസം നോക്കിയേ. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ മുഖം മറയ്ക്കുവോ? ഇല്ല. ഒരു പ്രതികൂലം വന്നാൽ, മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവൻ അത് തന്നെ വരണം.
ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുഖം മറയ്ക്കത്തില്ലല്ലോ. ഇതേപോലെയാണ് ദൈവം. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, പെട്ടെന്ന് സങ്കീർത്തനം തുറക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു വാക്യം കണ്ടു കഴിഞ്ഞാൽ, അയ്യോ നിന്റെ നേരെ യഹോവയുടെ മുഖം മറച്ചിരിക്കുന്ന വാക്യം കണ്ടാൽ ഉടനെ ആ വാക്യം ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് സ്വന്തമായിട്ട് പറയണം, ഇല്ല, സ്വർഗസ്ഥനായ പിതാവ് എന്നെ കരുതും. അപ്പൊ സങ്കീർത്തനം തെറ്റാണോ? അല്ല. സങ്കീർത്തനം ഒരു കാലഘട്ടത്തെ കാണിക്കുന്നതാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിലേക്ക് വരുവാനുള്ള യാത്രയിൽ എഴുതപ്പെട്ടതാണ് സങ്കീർത്തനങ്ങൾ. എന്നാൽ അതിൻ്റെ അകത്തെല്ലാം ക്രിസ്തുയേശുവിനെ പറ്റിയുള്ള മർമ്മങ്ങളുണ്ട്. ഞാൻ ഇന്നലെ എടുത്ത വാക്യത്തിലേക്ക് വീണ്ടും വരുവാണ്. പെട്ടെന്ന് ഇതൊരു ഇൻട്രഡക്ഷൻ പോലെ പറയാൻ കാരണം, ഇത് നിങ്ങൾ പലപ്പോഴും വിളിക്കുന്ന പല ആൾക്കാരും, പ്രാർത്ഥനയെ വിളിക്കുന്ന പല ആളുകളും എന്നോട് ഞാൻ എപ്പോഴും പറയണം, നിങ്ങൾ തുടർച്ചയായിട്ട് വചനം കേൾക്കണം. തുടർമാനമായിട്ട് നിങ്ങൾ വചനം കേൾക്കുന്നവരാകണം. നിങ്ങൾ, എനിക്കറിയാം, ഒട്ടുമുക്കാലും ആളുകൾ നിങ്ങൾ രാവിലെ മുതൽ പല പ്രെയർ ലൈനിലും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷെ ശ്രദ്ധിക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ എവിടെയൊക്കെയോ നിങ്ങൾ ബ്ലോക്കായി കിടക്കുന്നു, എവിടെയൊക്കെയോ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു. അതിലേക്ക് നിങ്ങൾ ആ സ്റ്റക്കായി നിൽക്കുന്ന മേഖലകളെ തുറക്കുവാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് നിങ്ങളെ എങ്ങനെ സഹായിക്കുന്നുള്ളതാണ് നമ്മൾ ഈ വചന പഠനങ്ങളിലൂടെ സഹായിക്കുന്നത്. അപ്പോൾ വചനം കേൾക്കണം. വചനം കേട്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥന ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ. ഇനി നിങ്ങൾ നോക്കി, നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വാക്യമാണ് റോമാലേഖനത്തിന്റെ അകത്ത്, ഈ ലോകത്തിനോട് അനുരൂപരാകരുത്. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, കുറെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ ലോകത്തോട് അനുരൂപരാകരുതെന്നുള്ളതിന്റെ എന്താണ് ഈ ലോകം? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നിങ്ങൾ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു അല്പജ്ഞാനമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കൃപാവരങ്ങളെ പറ്റി വാഞ്ചിപ്പിനെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ദൈവത്തിന്റെ ഹിതങ്ങളെ തിരിച്ചറിയുവാനുള്ള, ആ ഒരു ദൈവശബ്ദം കേൾക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ, നിങ്ങളെ ആർക്കും വഞ്ചിക്കാൻ പറ്റും. വിശ്വാസ ജീവിതത്തിൽ ആർക്കും നിങ്ങളെ ഓടിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ലോകത്തോട് അനുരൂപനാകാതെ നന്മയും പ്രസാദവും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പൊ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്നുള്ളത് ഇന്നലെ പറഞ്ഞു. അപ്പൊ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നലെ നമ്മൾ എടുത്ത 2 കാര്യങ്ങൾ പല കാര്യങ്ങളിലേക്കും വരുന്നുണ്ട്. എന്നാൽ ഇന്ന് 1-2 കാര്യങ്ങൾ അതിലൂടെ പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇന്നലെ കേട്ട്, ഞാൻ നിനക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യം. അപ്പൊ ഇത് പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യമല്ല ബ്രദറെ. പഴയ നിയമം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. ആ കാലഘട്ടത്തിന്റെ അകത്ത് അവർ ദാസന്മാരായിരുന്നു എഴുതിയതുകൊണ്ട്, എന്നാൽ അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞ പല ആൾക്കാരും ഇന്നാള് ഞാൻ കരഞ്ഞുകൊണ്ട് ദൈവസന്നിധി നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. അതിനർത്ഥം കരഞ്ഞുകൊണ്ട്, ചിലർ പറയത്തില്ല കരഞ്ഞു പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ. ഒരിക്കലുമില്ല. ഇനി പ്രാർത്ഥിക്കുമ്പോൾ കരച്ചിൽ വന്ന ഒരു കുഴപ്പമില്ല. ദൈവസാന്നിധ്യം വരുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയ്ക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു. അത് എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല, ആ ദൈവസാന്നിധ്യത്തിന്റെ അകത്ത് സന്തോഷം കൊണ്ടാണ് കരഞ്ഞു. അപ്പൊ ഒരു സഹോദരി പണ്ട് ചോദിച്ചു, നല്ല ചോദ്യമായിരുന്നു, ബ്രദറെ, ദാവീദ് രാജാവ് പോലും കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ദാവീദ് രാജാവാണ്, പുത്രനല്ല. രാജാവാണ്, പുത്രനല്ല. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല താലങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ, ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ യേശു പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവ്. അപ്പൊ ഇത് ദാവീദിനോട് പറഞ്ഞില്ല. ദാവീദിനോട് ദൈവം ഞാൻ നിന്റെ പിതാവാന്ന് പറഞ്ഞില്ല, ഞാൻ നിന്റെ യജമാനനാണ്, യഹോവയാണ്, കർത്താവാണ് എന്നാ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് കരഞ്ഞേ പറ്റത്തുള്ളൂ. യജമാനന്റെ കരുണ കിട്ടണമെങ്കിൽ ദാസൻ കരയണം. അടിമത്തം നിലനിൽക്കുന്ന കാലഘട്ടമാണ്, പാപത്തിന്റെ അടിമത്തം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരല്ല, പിന്നെയോ അവകാശികളാണ്. അപ്പന്റെ സ്വത്തിന്റെ അവകാശികളാണ്. ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളാണ്. നോക്കിയേ, അപ്പൊ ദൈവത്തിന്റെ വചനം പറ, ഒന്ന് എനിക്ക് രോഗശാന്തി. അപ്പൊ രോഗം എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ഇതിനെ ഇന്ന് കുറച്ചു നേരം ഇന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നില്ല. അപ്പൊ രോഗം എന്താണ്? രോഗം എന്ന് പറഞ്ഞാൽ പാപം നിമിത്തം നമ്മുടെ ശരീരത്തിലേക്ക് പാപനിമിത്തം വന്നതാണ് രോഗം.
നിങ്ങൾക്കറിയാം, ദൈവം ഒരിക്കലും നിങ്ങളെ സൃഷ്ടിച്ചത് ഇങ്ങനെയല്ല. നമുക്കറിയാം, മനുഷ്യന്റെ ഘടനകൾക്ക് പോലും ഇങ്ങനെ അല്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ വായിക്കുന്ന സമയത്ത് മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷം ദൈവം പറഞ്ഞു, നീ സർവ്വഭൂമിയുടെ മേലും സകല മൃഗങ്ങളുടെ മേലും മത്സ്യത്തിന്റെ മേലും ഭൂമിക്ക് മീഴെ വെള്ളത്തിന്റെ മീതെയും വാഴുവിനെന്ന് കൽപ്പിച്ചു. അതിന്റെ അർത്ഥം സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആടത്തെ തൊടാൻ കഴിയത്തില്ലായിരുന്നു. ഒരു മൃഗത്തിനോ ഒരു ശക്തിക്കോ ആടത്തെ തൊടാൻ കഴിയത്തില്ലായിരുന്നു. കാര്യം വാഴുക, റെയിൻ ഓവർ, വാഴുക എന്നാ പറഞ്ഞത്, വാഴ്ച. ഈ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പാപം നിമിത്തപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കറപ്റ്റഡ് ആയിപ്പോയി, കേടായിപ്പോയി പാപം നിമിത്തം. അപ്പൊ പാപം നിമിത്തം നമുക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. രണ്ട്, നമ്മുടെ അകത്ത് പാപം വന്നപ്പോൾ ദൈവത്തിന് നമ്മോട് കൂടെ വസിക്കുവാൻ കഴിയത്തില്ല. ദൈവം കുറവുള്ള ആളായിട്ടല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു സ്റ്റൗ കത്തിച്ച് അതിലോട്ട് കൈ വെച്ചാൽ കൈ പൊള്ളുമെങ്കിൽ പാപമുള്ള മനുഷ്യൻ ദൈവത്തിന്റെ അടുക്ക വന്നാൽ കത്തിപ്പോവും. അപ്പൊ ദൈവത്തിന് മനസ്സിലായി, ഇവരെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയത്തില്ല, കാര്യം എൻ്റെ സൃഷ്ടിയാണ്. അതിന് ദൈവം എന്ത് ചെയ്തു, യേശുക്രിസ്തുവിന്റെ രക്ഷാ പദ്ധതിക്ക് വേണ്ടി ഇവരെ എന്ത് ചെയ്തു, നമ്മളെല്ലാം ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ ഓർത്തോണം, നമ്മൾ കേടായ വിത്താണ്. ഇതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞത്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. കണ്ടോ, ഇപ്പൊ പാപം എന്ന് പറഞ്ഞാൽ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു വിത്താണത്. ആ വിത്തിന്റെ അകത്തുനിന്നും ജനിക്കുന്നവരെല്ലാം പാപികളായി ജനിക്കുന്നു. അപ്പൊ പാപത്തിൽ നിന്ന് എന്തുണ്ടായി, ശാപം, കഷ്ടത, രോഗം ഉണ്ടായി. അപ്പൊ രോഗം ഒരു വ്യക്തിയുടെ അകത്ത് വരുന്നതിന്റെ കാരണം പാപത്തിന്റെ ശക്തിയാണ്, പാപത്തിന്റെ ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോ സമയത്തും ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ട്. നോക്കിക്കോണം, നമ്മൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവിൽ രക്ഷ വന്നു. നമ്മുടെ ശരീരം ഇപ്പോഴും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. കർത്താവിന്റെ വരവിലാണ് വീണ്ടെടുക്കപ്പെടുന്നത്. പക്ഷെ ഈ ഭൂമിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാഴുവാൻ കഴിയും. പണ്ടത്തെ പോലെ തന്നെ. എങ്ങനെയാണ്? വചനത്താലാണ് വാഴുന്നത്. വചനം എന്ന് പറയുന്നത് ഒരു താക്കോലാണ്. വചനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വചനം ഒരു വാള് പോലെ, അതെപ്പോഴും നമ്മൾ പറയുന്ന അല്ലേ. ഒന്ന്, രോഗശാന്തി എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യം. അപ്പൊ എന്താണ് ദൈവം രോഗസൗഖ്യത്തെ പറ്റി ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗം ദൈവം തരത്തില്ല. ദൈവം രോഗം തരുന്ന ആളല്ല, ദൈവം ആരോഗ്യം വരുത്തി. എന്നുള്ള വാക്യം നോക്കി, ഇതാ ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തി. നിങ്ങളുടെ തലമുറകൾ ആരുടെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അവർ ജന്മന അവർക്ക് നമുക്കറിയാം ഓട്ടിസം പോലെയോ ബുദ്ധിമാന്ദ്യത്തിന് ബുദ്ധിമുട്ടുള്ളവരൊക്കെ നിങ്ങളുടെ തലമുറയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കൈവച്ച് അവർക്ക് വേണ്ടി പറയണം, അഡ്ജസ്റ്റ് ചെയ്യരുത്. യേശുക്രിസ്തു അവർക്ക് വേണ്ടിയും വില കൊടുത്തു. അവര് നേരെയാകാൻ വില കൊടുത്തു. അവർ അത്ഭുതമാകുവാൻ യേശു വില കൊടുത്തു. അവർ സൗഖ്യമാകുവാൻ യേശു വില കൊടുത്തു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരിക്കലും ദൈവം സൃഷ്ടിച്ചതല്ല. ബൈബിൾ ഒരു വാക്കാണ്, ഞാൻ ഊനമില്ലാത്ത തലമുറയെ തരുന്ന ദൈവമാണ്. ഊനമില്ലാത്ത. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാകണം, ദൈവം ഒരിക്കലും ഇങ്ങനെ തരത്തില്ല എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? നിങ്ങളുടെ കുഴപ്പമല്ല, പാപം നിമിത്തം വന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ദൈവമേ, നമ്മൾ പറയത്തില്ല, എന്തുകൊണ്ടാണ് ലോകത്തിൽ ഈ കുറേ പാവപ്പെട്ടവരും ചില കണ്ടത്തില്ല പട്ടിണി പാവങ്ങൾ എനിക്കുന്നു, ദൈവം എന്തിനാ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്? ചിലപ്പോൾ പലർ പറയത്തില്ലേ, ഈ പട്ടിണി കിടക്കുന്ന ആളുകളുടെ ജീവിതം ദൈവം ഇതൊന്നും കാണുന്നില്ലേ? പട്ടിണി കൊണ്ട് മരിക്കുന്ന രാജ്യങ്ങളെ ദൈവം കാണുന്നില്ലേ? പ്രിയരെ, ദൈവം ഇങ്ങനെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന സമയത്ത് ബൈബിൾ പറയുന്നു, തോട്ടം കാപ്പാനും അത് മുഴുവൻ സൂക്ഷിക്കുവാനും ദൈവം കൊടുത്തു. ദൈവം അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. നിറച്ചും ഫ്രൂട്ട്സ്, എല്ലാ സൗകര്യവും ദൈവം കൊടുത്തു. എല്ലാ സമൃദ്ധിയും കൊടുത്തിട്ടാ ദൈവം സൃഷ്ടിച്ചു. അല്ലാതെ ആദത്തോട് ദൈവം പറഞ്ഞില്ല, ആദമേ ഇന്നു മുതൽ നീ ഇൻഡിപെൻഡന്റ് ആണ്, തന്നെ നീ ജീവിച്ചോണമെന്ന് പറഞ്ഞില്ല. എല്ലാം കൊടുത്തു. ആരോഗ്യം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, ഭാര്യയെ കൊടുത്തു, അവിടെയുള്ള സകല വൃക്ഷത്തിന്റെ തോട്ടത്തിലെ ഫലം മുഴുവനും നീ എടുത്തു. ഒരു കണക്ക് നീ കാണിക്കണ്ട. അപ്പൊ ദൈവം എല്ലാം കൊടുത്തു. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പാപം നിമിത്തം ലോകത്തിൽ സകലതും ഡിസോർഡർ ആയിപ്പോയി. ഇന്ന് നോക്കിക്കോണം, പാപം നിമിത്തം ശാപം വന്നു. ഈ ശാപമാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ എന്ത് ചെയ്തത്, കഷ്ടതയും ദുരിതവും പ്രയാസങ്ങളും വിതയ്ക്കുന്നത്. അപ്പൊ ഒരു രാജ്യം, ഒരു വ്യക്തി ദരിദ്രനായി തീരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കുഴപ്പമല്ല, ഈ ഭൂമിയിൽ അങ്ങനെ ആയിത്തീർന്നിരിക്കുന്നു. എന്നാൽ അവനെ രക്ഷിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും 1000 രൂപ വെച്ച് വായ്പ തരാൻ വേണ്ടി ഇരിക്കുവാന്ന് വിചാരിച്ചു.
അതിങ്ങനെ തന്നോണ്ടേ ഇരിക്കത്തുള്ളൂ. അതിനേക്കാൾ നല്ലത് എങ്ങനെയാണ് ദൈവത്തിന്റെ സാമ്പത്തിക അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പഠിപ്പിച്ചാലോ. എല്ലാ ദിവസവും ഞാൻ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എത്ര പേർക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? ഒരു കണക്ക് പറ. എനിക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം, ഒരു മാസം എനിക്ക് എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും? എന്നാൽ നിങ്ങൾ എല്ലാവരും ആ ആരോഗ്യത്തെപ്പറ്റി മനസ്സിലാക്കിയാലോ, നിങ്ങൾ എല്ലാവരും ആ സൗഖ്യത്തെപ്പറ്റി മനസ്സിലാക്കിയാലോ നിങ്ങൾ പല ദിക്കിലേക്ക് പോകും. അപ്പൊ ഒരു രാജ്യം, ഒരു വ്യക്തി ദരിദ്രനായിട്ടുണ്ടെങ്കിൽ അവനോട് പറയണം, ഈ ദാരിദ്ര്യം വന്നത് ദൈവം തന്നതല്ല, ഇങ്ങനെ സംഭവിച്ചതാ ഭൂമിയിൽ. അപ്പൊ എന്താ വഴി? അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്ന സമയത്ത് കർത്താവ് എന്ത് ചെയ്തത്? 5 അപ്പവും 2 മീനും വാഴ്ത്തി കൊടുക്കുന്ന സമയത്ത് കർത്താവ് പറയുന്ന അതിന് മുമ്പ് ഒരു വാക്കുണ്ട്, ഇവർക്ക് കൊടുപ്പാൻ കൊടുക്കണം, ഇവർ കഴിപ്പാൻ കൊടുക്കാൻ പറഞ്ഞുണ്ട്. ശിഷ്യന്മാർ പറയുന്നുണ്ട്, അടുത്തുള്ള ഊരുകളിലൊക്കെ പോയിട്ട് ഇവർ എന്ത് ചെയ്തട്ടെ? വാങ്ങിച്ച് മേടിച്ച് കഴിക്കട്ടെ. യേശു പറഞ്ഞു, എനിക്ക് അവരെ അങ്ങനെ വിടാൻ മനസ്സില്ല. കാര്യം ഞാൻ ഇങ്ങനെയല്ല എൻ്റെ മക്കളെ സൃഷ്ടിച്ചത്. ഇവർ എല്ലാം എടുത്തു പോയിട്ട് കൈ നീട്ടി ജീവിക്കുന്ന ഒരു യാചകനായിട്ടല്ലല്ലോ ഞാൻ സൃഷ്ടിച്ചത്. കണ്ടോ യേശുവിന്റെ ആ മനസ്സ് കണ്ടോ? ഇത് ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞില്ല. ഫിലിപ്പോസ് നല്ല ഗുഡ് ഐഡിയ നിന്റത്, നമുക്ക് റിസ്ക് ഒന്നുമില്ല, എവിടെയെങ്കിലും പോയി കഴിച്ചോട്ടെ എന്ന് തമ്പുരാൻ പറയും. എനിക്ക് അവരെ അങ്ങനെ വഴിയിൽ വിടാൻ മനസ്സില്ല. അവർ വഴിയിൽ വീണു പോകും. കാര്യം ഞാൻ ഇങ്ങനെയല്ല അവരെ സൃഷ്ടിച്ചത്. ഇങ്ങനെ മറ്റുള്ളവന്റെ മുമ്പിൽ കൈ നീട്ടുന്നവനായിട്ടല്ല. ഏതേൻ തോട്ടത്തിൽ സകലതും കൊടുത്താ ഞാൻ നിർമ്മിച്ചത്. എനിക്ക് അതിലേക്ക് അവരെ മടക്കി കൊണ്ടുവരണം. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പമെടുത്ത് വാഴ്ത്തി ആ ജനത്തിന് കൊടുത്തു. കണ്ടോ, എൻ്റെ മക്കൾക്ക് ചുമ്മാ വിടുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾ നോക്കിയാൽ മതി, അവസാനം 12 കൊട്ട ശേഷിപ്പും ദൈവം കൊടുത്തു. ഇത് ദൈവമാണ്. അപ്പൊ നിങ്ങൾ അനേക ഇടങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ സഹായിക്കുവാൻ സുവിശേഷത്തിന്റെ ശക്തിയാൽ കഴിയും. നിങ്ങൾക്കറിയാമോ, ലോക രാജ്യങ്ങളിൽ ഇന്ന് സുവിശേഷത്തിന്റെ കാറ്റടിച്ച പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കി അതിനെപ്പറ്റി പഠിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ആ രാജ്യങ്ങൾ ഇത്ര സമൃദ്ധിയിലേക്കും സമ്പന്നതയിലേക്കും പോകുന്നത്? പലരും പറയുന്നത് കൊള്ളയടിച്ചുണ്ടാക്കിയതാണ്, അവർ കട്ടും മുടിപ്പിച്ചുണ്ടാക്കിയത്. പല ആൾക്കാരും കമന്റ് ചെയ്യും. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ക്രിസ്ത്യാനിത്വത്തിന്റെ ശക്തി അലയടിച്ചത് കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തത്? നമ്മളെക്കാളും രോഗത്തിലും ദാരിദ്ര്യത്തിലും തകർച്ചയിലും പൊക്കൊണ്ടിരുന്ന രാജ്യങ്ങളായിരുന്നു ഇതെല്ലാം. പല യൂറോപ്യൻ കൺട്രികളും വലിയ ദാരിദ്ര്യത്തിൽ പൊക്കൊണ്ടിരുന്ന രാജ്യങ്ങളായിരുന്നു. എന്നാൽ അവരുടെ ഇടയിൽ സുവിശേഷത്തിന്റെ സാധ്യതകളെ മനസ്സിലാക്കി ദൈവവചനത്തിൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാന്ന് അവർക്ക് മനസ്സിലായി. സുവിശേഷത്താൽ അവർ രക്ഷപ്പെട്ടവരാണ്. ഇന്നവരതെല്ലാം മാറി പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി, എൻ്റെ ചരിത്രം പഠിച്ചാൽ മതി. സുവിശേഷത്തിന്റെ അകത്തിരിപ്പുണ്ട്. അപ്പൊ ബ്രദറെ അതൊക്കെ ചുമ്മാ പറഞ്ഞ ബ്രദർ, നിങ്ങൾ വേണ്ട, ഇസ്രായേലിനെ നോക്ക്. ഇസ്രായേലിനെ നിങ്ങൾ നോക്ക്. ഒരു കുഞ്ഞ് രാജ്യത്തിന് ലോകത്തെ ജയിക്കുവാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. ലോകത്തിൽ പല സമ്പന്ന രാജ്യങ്ങൾക്കും ഇല്ലാത്ത രീതിയിൽ ഫിനാൻഷ്യൽ സോഴ്സുകൾ അവർക്കുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ്, ദിവസവും യുദ്ധം നടക്കുന്ന സ്ഥലമാണ്. ഇസ്രായേലിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റും, ഇന്ന് യുദ്ധം. എനിക്ക് തോന്നുന്നത് മിക്ക ദിവസം എവിടെയെങ്കിലും പോകുമ്പോൾ ഹോട്ടലിലെ ബഹളങ്ങളോ സൗണ്ടും ബഹളവും ഒക്കെയാണ്. ആ യുദ്ധം വന്ന സമയത്ത് ചില സഹോദരിമാരേക്ക് മെസ്സേജ് അയച്ച്, ബ്രദറെ ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ട് ഇപ്പുറത്ത് ബോംബ് പൊട്ടി, പേടിച്ചിരിക്കുക. പക്ഷെ ശമ്പളത്തിന് ഒരു കുറവും വന്നില്ല. ആ മാസവും ശമ്പളം കിട്ടി. ആ മാസം അവരുടെ ചെലവ് കഴിഞ്ഞു. ബോംബ് പൊട്ടിയെന്ന് വിചാരിച്ച് എല്ലാ ദിവസവും യുദ്ധം വന്ന് വിചാരിച്ച് അവരൊന്നും പട്ടിണിയിലല്ല. ഞാൻ അന്വേഷിച്ചപ്പോഴേക്കും ഇന്നും അവരാ രാജ്യത്തുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഇത് കഴിഞ്ഞിടെ ആ രാജ്യത്ത് പോയി, എൻ്റെ കൂടെ പഠിച്ച ആൾ. അപ്പം ഞാനൊരു ഈ യുദ്ധത്തിന്റെ സമയത്തൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു, നിനക്ക് സുഖമാണോ, കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. പക്ഷെ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇന്നും എൻ്റെ കൂടെ പഠിച്ച സഹോദരി ആ പുള്ളിക്കാരി അവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുക, എന്തുകൊണ്ടാ ഇത്ര ദിവസവും യുദ്ധം നടക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് പട്ടിണി വരുന്നില്ല? നിങ്ങൾ വാർത്ത നോക്കിയാൽ മതി. വാർത്ത തുടർന്നാൽ ഇന്ന് ബോംബിട്ട്, നാളെ ബോംബിട്ട്, പിന്നെയും പൊട്ടിത്തെറി, അവിടെ പൊട്ടിത്തെറി, ഇവിടെ പൊട്ടിത്തെറി. എന്തുകൊണ്ടാണ് അവരുടെ സമ്പത്ത് വ്യവസ്ഥ തകരാത്തത്? യുദ്ധം വന്നാൽ ഏതു രാജ്യവും, നമുക്ക് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടെ പല രാജ്യങ്ങളും തകർന്നുപോയി, സാമ്പത്തിക വ്യവസ്ഥയിൽ തകർന്നുപോയി. യുദ്ധം മതിയാക്കി അവർ എന്ത് ചെയ്തു? അവർ ജീവിക്കുവാൻ ആരംഭിച്ചപ്പോഴാണ് അവരുടെ സ്ഥിതി വ്യത്യാസം വന്നത്. പക്ഷേ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന പല യുദ്ധങ്ങളും വന്ന് ഇസ്രായേൽ ഇപ്പോഴും യുദ്ധമാണ്. എന്നിട്ടും നമുക്കൊരു റിപ്പോർട്ടും കാണിക്കുന്നില്ല. അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ പോലും ഇവിടെ ശമ്പളമില്ല, വെള്ളമില്ല, ആഹാരമില്ല, ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോകുവാന്ന് പറയുന്നില്ല. എന്തുകൊണ്ടത് പറയുന്നില്ല? അവർക്ക് മനസ്സിലായി എങ്ങനെയാണ് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നത്. ഓർത്തോണേ, അവര് പുത്രന്മാരല്ല, അവര് വാഗ്ദത്ത സന്തതികളാണ്. നിങ്ങൾ അതിനേക്കാൾ മീതെയാണ്.
പക്ഷെ എന്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നില്ല? നിങ്ങൾ ചുമ്മാ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു വിമർശന മനോഭാവത്തെ നോക്കാതെ ഞാൻ പലപ്പോഴും എപ്പോഴും ഞാൻ പറഞ്ഞു, യുദ്ധത്തെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു യുദ്ധത്തെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. സമാധാനം ചില രാജ്യങ്ങളിൽ ഉണ്ടാകണം. പക്ഷെ എങ്കിലും ഞാൻ ഇവരെ പലപ്പോഴും പഠിക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂട്ടുകാരി ഈ യുദ്ധ സമയത്ത് ഞാൻ ഓർത്തു ആ മകള് ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും. കാര്യം എന്തുവാ, ശമ്പളം ഇന്നും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ വലിയ പ്രശ്നം നടക്കുന്ന സമയത്ത് അതിന് മുമ്പ് കയറിപ്പോയതാണ്. ആ പ്രതികൂലത്തിന്റെ അകത്ത് അവിടെയുണ്ട്. ആ പ്രതികൂലം കഴിഞ്ഞപ്പോഴേക്കും കിട്ടിയ ഫ്ലൈറ്റിൽ കയറിപ്പോരാന്ന് ചിന്തിക്കുന്നില്ല. ഇന്നും ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന പല ആൾക്കാരും അവിടെ തന്നെയുണ്ട്. എന്തുകൊണ്ട്? ഞാൻ എടുത്ത് ചോദിക്കുന്നില്ല. ഇസ്രായേലിൽ പല ആൾക്കാരും ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? കയറുന്നുണ്ട്. ഇന്നും കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് ഒരു ടീമായിട്ട്, ആ ദേവദാസന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്രായേലിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അവർ ടീമായിട്ട്. അപ്പൊ ഞാൻ ആലോചിക്കുക, ഈ ദിവസവും പ്രശ്നങ്ങളുള്ള ഈ രാജ്യത്ത് ഇത്രയും പ്രതികൂലങ്ങളുടെ നടുവിലും എങ്ങനെ ഇവർക്ക് വളരുവാൻ കഴിയുന്നു? എങ്ങനെ ഇവർക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് പോലും പരിപോഷിക്കുവാൻ, ശമ്പളങ്ങൾ ലഭിക്കുവാൻ ഇടയാകുന്നു? ഓർത്തോണം. അപ്പൊ അവർക്ക് മനസ്സിലായി, എത്ര തകർച്ച വന്നാലും ദൈവത്തിന്റെ അനുഗ്രഹം വൺസ് നമ്മളിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതേപോലെ ബൈബിൾ പറയുന്നത് നോക്കിയേ, ദൈവം എനിക്ക് ആരോഗ്യം വരുത്തും. അപ്പം രോഗം എൻ്റെ അവകാശമല്ല, ആരോഗ്യം എൻ്റെ അവകാശമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഞാൻ രോഗം ചുമക്കേണ്ട കാര്യമില്ല. തിരിച്ചറിവ് പോവാ. എൻ്റെ തലമുറ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പോകേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചേക്കുന്ന ടീച്ചിങ് എന്നാണെന്നറിയാവോ? നമ്മുടെ കുടുംബം യേശുവിലേക്ക് വന്ന് കഷ്ടതയും ദുരിതവും പ്രയാസവും തകർച്ചയും നിന്നയും പരിഹാസവും അതും ഇതുമൊക്കെ ആയിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഒരു ചെണ്ടയായിട്ട് ജീവിക്കണമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് നഷ്ടപ്പെട്ട വാഴ്ച റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവരല്ല, റിസീവ് ചെയ്യുന്നവർ, അതിനെ സ്വീകരിക്കുന്നവർ, അതിനെ വലിച്ചെടുക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ജീവനിൽ വാഴും. കണ്ടോ? എത്ര യുദ്ധങ്ങൾ വന്നാലും, എത്ര പ്രശ്നങ്ങൾ വന്നാലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും റെയിൻ ഓവർ, നിങ്ങൾ അതിനെ വാഴും. അങ്ങനത്തെ ഒരു പുത്രത്വമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇസ്രായേലിനെ നോക്കണം എപ്പോഴും. ദാസന്മാർക്ക് ഇത്രയും അനുഗ്രഹം ഉണ്ടെങ്കിൽ, ഓ പുത്രനായ, മകളായ, മകനായ എനിക്ക് എത്ര, അതിന്റെ കൂടെ പറഞ്ഞു, ദാസന്മാർക്ക് ഇത്ര അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് എത്ര അധികം ഉണ്ടാകുന്നു പറ. ആമേൻ. ഇനി അടുത്ത ചോദ്യം, ബ്രദറെ, എന്തുകൊണ്ട് എനിക്കിത് കാണാനോ കേൾക്കാനോ കഴിയുന്നില്ല? അപ്പൊ എവിടെയൊക്കെയോ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലേ? നമ്മൾ പറയും ഇസ്രായേൽ, ഓ ദൈവത്തിന്റെ ജനമാണവര്. പ്രിയരെ, നമ്മളെപ്പറ്റി ദൈവത്തിന്റെ ജനമെന്നല്ല പറയുന്ന മക്കളെന്ന വ്യത്യാസം കണ്ടോ? അവര് ദൈവത്തിന്റെ ജനമാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. ഇവത്തിൽ ആർക്കാണ് പവർ കൂടുതൽ എന്ന് പറ? മക്കൾക്കാണോ ജനത്തിനാണോ? കണ്ടോ? അപ്പൊ നിങ്ങൾ മക്കളായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്നില്ല? നിങ്ങൾ ജനിച്ചപ്പോൾ ചിലർ പറയും, ഞാൻ ഇന്ത്യയിൽ ജനിച്ചുകൊണ്ടായിരിക്കും, ഞാൻ അമേരിക്ക ജനിച്ചുകൊണ്ടായിരിക്കും, ഞാൻ അവിടെ ജനിച്ചുകൊണ്ടായിരിക്കും. നിങ്ങൾ ഓർത്തണം, ഈ ദിവസവും യുദ്ധമുള്ള രാജ്യത്ത് ജനിച്ചവര് അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും യുദ്ധം വരുന്ന നമ്മുടെ രാജ്യത്ത് എത്ര അധികം നമ്മൾക്ക് അനുഗ്രഹിക്കപ്പെടണം? ദിവസവും യുദ്ധമുണ്ട്, ദിവസവും ബോംബ് പൊട്ടലുണ്ട്, ദിവസവും പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിൽ കൂടുന്ന പല സഹോദരിമാരെയും വിളിച്ചിട്ട് എന്നോട് പറയുന്ന വാക്കുണ്ട്, നമുക്ക് തന്നെ ഞെട്ടിപ്പോവും. ബ്രദറെ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വീട്ടിൽ കയറിയപ്പോൾ വന്ന വഴിയിലാ പൊട്ടിയത് ബോംബ്. തൊട്ടടുത്താ ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. പേടിച്ച പുറത്തിരിക്കുന്നത്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ജീവനോടെ നാട്ടിലെത്തണം. യുദ്ധം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഉണ്ട്. എന്നാ പോകാത്തത്? കാര്യം യുദ്ധ സമയത്ത് മുടക്കം വന്നില്ല. യുദ്ധസമയത്ത് ഒരു മുടക്കവും വന്നില്ല, യുദ്ധത്തിന് ശേഷം ഒരു മുടക്കവും വന്നില്ല. അതുകൊണ്ട് അവരവിടെ തന്നെ നിൽക്കുക. നോക്കിക്കേ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പൊ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ അവർക്ക്? ദിവസവും പ്രശ്നമാ. യുദ്ധത്തെക്കാൾ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നല്ലൊരു ഹോട്ടൽ പണിത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഹോട്ടലിന്റെ മുകളിൽ ബോംബ് വീണു, ഹോട്ടൽ മുഴുവൻ പോയി. ഒന്നാലോചിച്ച് നോക്കാൻ, ബിസിനസ് മൊത്തം തകർന്നു പോയി. പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാ? പിന്നെ എന്തുകൊണ്ട് രക്ഷപ്പെടുന്നു? കാരണം അവർക്ക് മനസ്സിലായി കർത്താവിന്റെ വചനത്തെ എങ്ങനെ ഉപയോഗിക്കപ്പെടണം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, അവരുപയോഗിക്കുന്ന ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിച്ചോണം. യേശുക്രിസ്തു വന്നിട്ട് ഓരോ കാര്യം പറയുന്ന സമയത്ത് അവിടെയുള്ള യഹൂദന്മാർ, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ.
ശ്രദ്ധിച്ചു നോക്കി, അവർ ഒരു ടേമാണ് അവർ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ. ഈ സുവിശേഷം വായിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ യേശു പറഞ്ഞു, ഞാൻ അബ്രഹാമിനേക്കാൾ നീ വലിയവനാണോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞുണ്ട്, നീ മോശയേക്കാൾ വലിയവനാണോ എന്ന് പറയുമ്പോഴേക്ക് യേശു പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിനേക്കാൾ വലിയവനാണ്. അപ്പൊ അവർ ഞങ്ങൾ അപ്പൊ അവരുടെ ഒരു കോൺഫിഡൻസ് കണ്ടോ, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി. അതിന്റെ അർത്ഥം എന്നറിയോ, ഞങ്ങൾ വാക്തത്വ പ്രകാരം അവകാശികളാണ്. ഗലാത്യ ലേഖനം പറയുന്നു, നിങ്ങൾ അബ്രഹാമിന്റെ മക്കൾ അവകാശികളാന്നാ പറയുന്നത്. അപ്പൊ അവരുടെ ഒരു കോൺഫിഡൻസ് കണ്ടോ. നമ്മളാണ് എന്നാ പറഞ്ഞാലും, ഓ കർത്താവ് ഞങ്ങളെ കാണുന്നൊന്നുമില്ല. അവര് പറയുന്നു, ഞങ്ങൾ വാക്തത്വ പ്രകാരം, ഞങ്ങൾ അബ്രഹാം ഞങ്ങൾക്ക് പിതാവാണ്. ഓർത്തെ, അബ്രഹാം യേശു AD 30 വരുന്നത്. അബ്രഹാം പുറകോട്ട് നോക്കിയാൽ ഏകദേശം 3000 വർഷം പുറകോട്ട്, അല്ലെങ്കിൽ 2000, 3000, 2500 വർഷം പുറകോട്ടാണ്. യേശു പറയുന്ന കാലഘട്ടത്തിൽ എങ്ങനെ കളിച്ചാലും 1000 വർഷം പുറകോട്ടായിരിക്കും അവരുടെ കാലഘട്ടം. അപ്പൊ അവർക്കൊരു കോൺഫിഡൻസ് കൊണ്ട് ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. ശ്രദ്ധിച്ചു നോക്കിക്കേ. അപ്പൊ ഈ ഇന്നത്തെ ഒരു ഇസ്രായേലിനോട് ചോദിച്ചാലും അവന് പറയാനുള്ളത്, ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്. അപ്പൊ എന്താ വാക്കിന്റെ അർത്ഥം? അബ്രഹാമിന്റെ സന്തതിയാണെങ്കിൽ യഹോവയുടെ അവകാശിയാണവൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ വിഷയത്തിൻ്റെ അകത്ത് ഒരു അത്ഭുതം ചെയ്യണമേ, പറയണം ഞാൻ ദൈവത്തിൻ്റെ മകളായതുകൊണ്ട് അത്ഭുതത്തിന് അവകാശിയാണ് ഞാൻ. വ്യത്യാസം കണ്ടോ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്? അപ്പോൾ ഒരു വാക്കിന് എന്നാ ബ്രദറെ ഇത്ര വ്യത്യാസം ഉണ്ട്? വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. ബൈബിൾ നിലനിൽക്കുന്നത് വാക്കുകളുടെ ശക്തിയാല, അഥവാ വചനത്തിന്റെ ശക്തിയാല. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഉടനെ അവര് പറയുന്നത്, ഞങ്ങൾ വാക്തത്വമുള്ള ജനമാണ്. എന്താ വാക്തത്വം? അവകാശത്തെ കാണിക്കുന്നു. ഞങ്ങൾക്ക് വാക്തത്വമുള്ളവരാണ്, ഞങ്ങൾക്ക് അബ്രഹാമിന്റെ സന്തതികളാണ് എന്നൊക്കെ ഇവര് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ദൈവവചനപ്രകാരം അവകാശികളാണ്. അപ്പൊ രോഗശാന്തിയുമായിട്ട് എന്നാ ബന്ധം? അപ്പൊ രോഗത്തിനല്ല ഞാൻ അവകാശി, ആരോഗ്യത്തിനും സൗഖ്യത്തിനും ഞാൻ അവകാശിയാണ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കിയേ, ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്, വാക്തത്വത്തിന് അവകാശിയാണെന്ന് അവർ പറയുന്നത് പോലെ തന്നെ ഞാൻ യേശുവിന്റെ മകളാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്, ഞാൻ സൗഖ്യത്തിന് അവകാശിയാണ്, ഞാൻ ആരോഗ്യത്തിന് അവകാശിയാണ്. കേട്ടെ, അടുത്ത വാക്യം പറയുന്നു, സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് ഞാൻ വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ സമാധാനത്തിന് ഞാൻ അവകാശിയാണ്, സമാധാനത്തിന് അവകാശിയാണ്. എൻ്റെ സ്വസ്ഥത കളയാൻ ഒരു പിശാചയും നിനക്ക് കഴിയത്തില്ലെന്ന് പറ. ആമേൻ. പക്ഷെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, കർത്താവേ എൻ്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന് എനിക്കൊരു വഴി തുറക്കണേ അപ്പാ. ശരിയാണ്, നമ്മൾ അങ്ങനെ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാ. അതുകൊണ്ടാണ് പഠിച്ചത് നമ്മൾ പറയത്തില്ലേ, പഠിച്ചത് പാടത്തോളെന്ന് പഴഞ്ചൊല്ലി പറയത്തില്ലേ, ഈ പഠിച്ചത് പലതും കുഴപ്പമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പറയുന്നുണ്ട്. എന്നാ പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ വിശ്വാസവുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. കോൺഫിഡൻസും വിശ്വാസവുമായിട്ട് ബന്ധമുണ്ട്. രണ്ടും ഒരേ പദമാണെങ്കിലും വ്യത്യാസമുണ്ട്. നമ്മൾ പറയത്തില്ലേ സെൽഫ് കോൺഫിഡൻസ് വേണമെന്നൊക്കെ പറയത്തില്ലേ. എന്താണ് ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ? ഒരു കാര്യത്തിൻ്റെ അകത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഉറപ്പാണ് കോൺഫിഡൻസ്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ദൈവസന്നിധിയിൽ പോയി നിൽക്കുമ്പം നമ്മുടെ അകത്ത് കടഭാരമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, പ്രതിസന്ധികൾ ഏതുമായിക്കോട്ടെ, നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് മൊത്തം നിറഞ്ഞിരിക്കുന്ന പഠിച്ച കുറേ പാട്ടുകളുണ്ട്. എന്താ പഠിച്ചിരിക്കുന്ന പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കേട്ട് പഠിച്ചു അപ്പരപ്പന്മാർ മുതൽ നമ്മൾ പഠിച്ചേക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ കരുണ തോന്നി നമുക്ക് എന്തെങ്കിലും മാറ്റം തരുമായിരിക്കും. ഇങ്ങനെ നമ്മൾ പഠിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പഠിച്ചത് പാടുന്നത്. പക്ഷെ യഹൂദം പഠിച്ചത് അങ്ങനെയല്ല, ഞാൻ അബ്രഹാമിന്റെ സന്തതി. അതുകൊണ്ടാണ് നിങ്ങൾ ഇസ്രായേലിൽ പെസഹയുടെ സമയത്ത് ഇവർ കയ്പ് ചീര തീറ്റിക്കും. നല്ല ഒന്നാന്തരം പെസഹാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആടിനെയൊക്കെ അറുത്ത് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഒന്നാന്തരം കഴിക്കേണ്ട സമയത്ത് കയ്പുള്ള ചീര കഴിക്കും. എന്താണ് ഈ കയ്പുള്ള ചീര കഴിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മിസ്രൈമിൽ കിടന്ന ജനം അനുഭവിച്ച കയ്പിന്റെ അനുഭവത്തെ, പിതാക്കന്മാർ അനുഭവിച്ച കയ്പിനെ ഓർക്കേണ്ടതിന് ദൈവം നിന്നെ എവിടുന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്, നിന്റെ പിതാക്കന്മാരെ എവിടുന്നാണ് കൊണ്ടുവരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കയ്പ് ചീര അവരെ കൊണ്ട് കഴിപ്പിക്കും. ഞാൻ ഇന്ന് എന്തുകൊണ്ട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാന്നറിയാവോ? നിങ്ങളുടെ ചിന്തയ്ക്കകത്തോട്ട് ഇത് കയറണം.
അപ്പൊ എല്ലാ വർഷവും കയ്പ് ചീര കഴിച്ച് ഇഷ്ടമില്ലെങ്കിലും അത് കഴിക്കുന്നവന്റെ ഉള്ളത്തിലോട്ട് കയറും. ഇന്നലകളിൽ എനിക്ക് എൻ്റെ പിതാക്കന്മാർക്ക് ഒരു കയ്പുണ്ടായിരുന്നു, എന്നാൽ ആ കയ്പിന്റെ അനുഭവത്തെ ചെങ്കടലിനെ കീറി ശത്രുവിനെ മുക്കി വാഗ്ദത്ത കനാനെ അവകാശമാക്കി തന്ന ഒരു യഹോവയുണ്ടെന്ന് ആ കയ്പ് ചീര തിന്നുമ്പോൾ അവന്റെ ഉള്ളത്തിൽ ആഴത്തിൽ പതിയും. ഇങ്ങനെ വളർന്നു വന്നൊരു ജനറേഷനാണവൻ. കയ്പ് കണ്ടാൽ ഇനി പിന്മാറത്തില്ല. അവന്റെ ഉള്ളത്തിൽ മൊത്തവും കയ്പല്ല ഇരിക്കുന്നത്. ആ കയ്പ് കഴിക്കുമ്പോൾ അവകാശത്തിലേക്ക് കൊണ്ടുവന്ന യഹോവയുടെ ശക്തിയാണ് അവന്റെ മനസ്സിൽ മുഴുവൻ നിറയുന്നത്. പക്ഷെ നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ കയ്പിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. ഇവര് കയ്പിന്റെ പുറകെ അല്ല പോകുന്നത്, കയ്പിന്റെ അനുഭവത്തെ നീക്കിയ ദൈവത്തിന്റെ പുറകെയാണ് പോകുന്നത്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ അവൻ ആരോഗ്യം വരുത്തി എന്നെ സൗഖ്യമാക്കി സമാധാനത്തിന്റെയും സമൃദ്ധി നൽകും. പിന്നെ രണ്ടാമത്തെ വാക്യം നമ്മൾ ഇന്നലെ കേട്ടുവല്ലോ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് സങ്കീർത്തനത്തിന്റെ അകത്ത് കേട്ടു, ഞാൻ അവർ അകൃത്യമൊക്കെ മോചിപ്പിക്കും, എൻ്റെ സകല രോഗത്തെയും സൗഖ്യം. അപ്പൊ എൻ്റെ എല്ലാ രോഗത്തെയും സൗഖ്യമാക്കുന്നു, എൻ്റെ എല്ലാ രോഗത്തെയും സൗഖ്യമാക്കുന്നു, എനിക്ക് ആരോഗ്യം വരുത്തുന്നു, സൗഖ്യം വരുത്തുന്നു. അവൻ ജീവനാശത്തിൽ നിന്ന് വീണ്ടെടുത്ത് അവന്റെ ദയ കൊണ്ട് എന്നിട്ട് പറഞ്ഞു, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ. എൻ്റെ യൗവനം കഴുകനെ പോലെ, പ്രഷറിനോടും ഷുഗറിനോടും ആ വയസ്സാകുമ്പോൾ വരുന്ന ശ്വാസമുട്ടലിനോടൊക്കെ പറഞ്ഞ് അവിടെ നിൽക്ക്, ഞാൻ അവകാശിയാണ്, ആരോഗ്യത്തിന് അവകാശിയാണ്. വിശ്വാസത്താൽ പറയണം, കർത്താവെ എൻ്റെ ജീവിതകാലത്ത് വിശ്വാസം എന്നും പോലെ പ്രഖ്യാപിക്കണം, ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ കയറത്തില്ല. വിശ്വാസം പറ. ബ്രദറെ അങ്ങനെയൊക്കെ പറയാം, വെറുതെ ഒരു മുടക്കുമില്ല, 10 രൂപ പോലും മുടക്കില്ല, 1 രൂപയുടെ മുടക്കില്ലെന്ന് പറയുന്നതിന് എല്ലാ ദിവസവും. ഇപ്പൊ ചിലപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോകാൻ വണ്ടിയെ നിൽക്കുമായിരിക്കും, നിങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് നിൽക്കുമായിരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും, എങ്കിലും വിളിച്ചു പറ, ചെയ്യത്തില്ല, വരത്തില്ല. ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർ തന്നെ പറയും, ഇനി ഇങ്ങോട്ട് വരണ്ട, ഇനി മരുന്ന് വേണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസം സാക്ഷ്യം കേട്ടില്ല, എത്രയോ സാക്ഷ്യം കേട്ട്, ഇനി മരുന്ന് കഴിക്കണ്ട എന്ന് കരള് മാറ്റി വെക്കേണ്ട പേഷ്യന്റിനോട് ഡോക്ടർ പറഞ്ഞു. കരള് മാറ്റി വെക്കണം എന്ന് പറഞ്ഞ രോഗിയോട് ഡോക്ടർ പറഞ്ഞു, ഇനി മരുന്നും കഴിക്കണം, ഒന്നും കഴിക്കണം, നാളെ മുതൽ ജോലിക്ക് പോക്കാളെ, ഒന്നും ചെയ്യണ്ട, മാറ്റി വെക്കണമെന്ന് പറഞ്ഞതാണ്. ഓ യേശുവേ നന്ദി കർത്താവേ. അപ്പൊ ആരോഗ്യം എൻ്റെ അവകാശമാണ്, ആരോഗ്യം എൻ്റെ അവകാശമാണ്. ഇനി അടുത്ത വാക്യം നിങ്ങൾ നോക്കി, സദൃശവാക്യത്തിൽ ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും തീർക്കാൻ കഴിയുന്നില്ല, ഇത് കുറച്ച് വലിയ ദിവസങ്ങൾ, വലിയ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകും. എൻ്റെ പക്കൽ ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്, എൻ്റെ ഫലം പൊന്നിനേക്കാളും തങ്കത്തെക്കാളും ആദായവും മേൽത്തരമായ വെള്ളിയും നല്ലത് തന്നെ. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവകകളെ അവകാശമായി കൊടുക്കും. അപ്പം സ്വർണവും വെള്ളിയും, ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ പൊന്നു വെള്ളി എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി തീർന്നു. അബ്രഹാമിന് എവിടുന്ന് കിട്ടി വെള്ളിയും പൊന്നുമൊക്കെ? എവിടുന്ന് കിട്ടി? ആടിനെ തീറ്റിച്ച് ആടിനെ വിറ്റ ഇത്രയും സമ്പന്നനാകാൻ പറ്റും. ശരിയാ, ആ കാലത്തെ വലിയ ബിസിനസ്സുകളൊക്കെ ആയിരുന്നു. എന്നാൽ പോലും ഒരു ഫറവോന്റെ രാജ്യത്ത് ചെല്ലുമ്പോഴേക്കും ഫറവോന്റെ ഒന്നാലോചിച്ച് ഒരു രാജ്യം ഞെട്ടണമെങ്കിൽ എന്നാ സമ്പത്ത് അവൻ്റെ ഉണ്ടായിരിക്കും, അബ്രഹാമിൻ്റെ. ഒരു രാജ്യത്തിലെ ഫറവോന്റെ ശ്രദ്ധ ഒരു ആട്ടിടയന്റെ ജീവിതത്തിലോട്ട് തിരിയണമെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്നു, ധനവും വെള്ളി പൊന്ന് എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി തീർന്നു. അബ്രഹാം മുമ്പ് സമ്പന്നനല്ലായിരുന്നു. കാരണം എന്താ തെളിവ്? ഉൽപ്പത്തി 12-ൽ പറയുന്ന സകലതും വിട്ടേച്ചിറങ്ങി വരാൻ പറഞ്ഞു. ഉള്ള കാശും കൂടെ കൊടുത്തിട്ട് പോരാനാണ് ദൈവം പറഞ്ഞത്. ഉള്ള വീടും വിറ്റിട്ട് വരാനാണ് പറഞ്ഞു. ആ വിറ്റ പൈസ പോലും കൈ പിടിക്കരുത്, അതെല്ലാം കൊടുത്തിട്ട് നീ വാ, എല്ലാം വിട്ടേച്ച് ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് 13-ാം വാക്യത്തിൽ പറഞ്ഞവൻ ബഹുസമ്പന്നനായി. 1 ആരോഗ്യം, 2 സാമ്പത്തികം. ഇത് രണ്ടും അവകാശമാണ്. പറയണം. ഈ ദിവസം കടഭാരത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്നവര്, എൻ്റെ ദൈവം എനിക്കൊരു വഴി തുറക്കണേ എന്നല്ല പറയേണ്ടത്, കർത്താവിന്റെ നാമത്തിൽ ഞാൻ സാമ്പത്തികമായും ആരോഗ്യപരമായും വർദ്ധിച്ചു വരും. അടുത്ത വാക്യത്തിൽ പറഞ്ഞു വസ്തുവകകൾ അവകാശമാക്കി കൊടുക്കും. അപ്പൊ എനിക്ക് അവകാശമായി വസ്തുവകകൾ വരും. പിന്നെ ഇവിടെ ബ്രദറെ 1 സെന്റ് സ്ഥലം മേടിക്കാൻ പോലും പറ്റുന്നില്ല. ആ ചിന്തയൊക്കെ എടുത്ത് ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഉയരത്തിലെ ചിന്തകളാ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതമാണ്. മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുത്തണം. നന്മയും പ്രസാദവും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുത്തുന്ന കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സു പുതുക്കണം.
ഈ ദിവസങ്ങളിൽ മനസ്സ് പുതുക്കണം. നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ചിന്തകളെ മുഴുവനും പുതുക്കണം. നിങ്ങളുടെ മനസ്സിനെ മുഴുവനും ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ദിവസവും യുദ്ധം നടക്കുന്ന യുദ്ധ തുറമുഖത്ത് നിൽക്കുന്ന ആളുകളുടെ സംസാരം എന്നായിരിക്കും? ഞങ്ങൾ എന്തിനാ ദൈവമേ സൃഷ്ടിച്ചത്? അല്ലേ? എന്തിനാ ദൈവമേ സൃഷ്ടിച്ചത്? ഞാൻ പലപ്പോഴും ഇങ്ങനെ നോക്കാറുണ്ട്. കാര്യം ഇവരുടെ ഒരു ധൈര്യം എവിടുന്നാണ്? ഇസ്രായേലിന്റെ ധൈര്യം. ഞാൻ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, ഈ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ നമ്മളെപ്പോലെ അല്ല. ഇവരുടെ പെരുന്നാളുകളായിക്കോട്ടെ, ഇവരുടെ ഓരോ ചടങ്ങുകളായിക്കോട്ടെ, ഇതൊക്കെ ഇവരുടെ മെമ്മറിയിലോട്ടും ജനറേഷനിലേക്ക് ഇവർ ഇഞ്ചക്ട് ചെയ്യുക. നീ ആരാണ് എന്ന് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുക അവര്. ഞാൻ പറഞ്ഞല്ലോ, കയ്പ് ചീര കൊടുക്കുന്നതിന്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ, മിസ്രൈമിൽ പിതാക്കന്മാർക്ക് അനുഭവിച്ച ആ കഷ്ടതയുടെ കയ്പാണ് നീ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നീ കഴിക്കുമ്പോ കയ്പാ കഴിക്കുന്നെങ്കിൽ നിന്റെ മുമ്പിൽ സമൃദ്ധി ഇരിക്കുക. നീ ഇപ്പൊ ആരാണ്? നിന്നെ ഇപ്പൊ കനാൻ, പാലും തേനും ഒഴുകുന്ന ദേശത്തിന് അവകാശിയാക്കിയിരിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് കയ്പ് തിന്നുവാ നീ. എന്തിനാ? ഓർക്കാൻ വേണ്ടിയാ. എന്താ ഓർക്കേണ്ടത്? ഇങ്ങനെ ആയിരുന്നു, ഇപ്പൊ നീ അങ്ങനെയല്ല. യേശുവിൽ ഞാൻ പാപിയായിരുന്നു, ഇന്ന് ഞാൻ നീതിമാനാണ്. യേശുവിൽ ഞാൻ ഇന്നലകളിൽ ഞാൻ രോഗിയായിരുന്നു, ഇന്ന് എനിക്ക് ആരോഗ്യം യേശു തന്നിരിക്കുന്നു. എൻ്റെ അവകാശത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കണം. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോക്കിയേ, അപ്പൊ ധനവും മാനവും പുരാതന സമ്പത്തും എനിക്കുണ്ടെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ധനവും മാനവും, ദൈവത്തിന്റെ ധനത്തിനും ദൈവത്തിന്റെ മാനത്തിനും ദൈവത്തിന്റെ അവകാശത്തിനും നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾ അതിന് അവകാശിയായി തീർന്നിരിക്കുന്നു. അപ്പൊ അവകാശിയാണ് നിങ്ങൾ, അവകാശിയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇത് പറഞ്ഞിട്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. പൗലോസ്ലീഹ ഓരോ പട്ടണത്തിൽ പോയിട്ട് ഇത് പറയുക, ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. അവരാണെങ്കിൽ ഒന്നും തിരിയാത്ത പോലെ നിൽക്കുക. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞ റോമാ ലേഖനത്തിൽ പറയുന്നത്, ഈ ലോകത്തോട് നിങ്ങൾ അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവഹിതം എന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ മനസ്സ് പുതുക്കി ഒന്ന് രൂപാന്തരപ്പെടുക. അല്ലാതെ വേറെ വഴിയില്ല. അയ്യോ, എൻ്റെ അപ്പച്ചൻ പഠിപ്പിച്ച പ്രാർത്ഥന അങ്ങനെയല്ല ബ്രദറെ. കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ചെങ്കിലേ നിന്റെ കൊച്ചിന്റെ വിഷയത്തിന്റെ അകത്ത് അത്ഭുതം ഉണ്ടാകത്തുള്ളൂ അപ്പച്ചൻ പഠിപ്പിച്ചേക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ വന്ന ദേവദാസൻ പറഞ്ഞ അങ്ങനെയല്ല ബ്രദറെ. കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യഹോവ നിന്നോട് പ്രസാദം തോന്നുന്നു. തെളിവ് ബ്രദറെ 4 വചനം തന്നു. 1, ദാവീദ് രാജാവ് കരഞ്ഞു, യിരെമ്യാ പ്രവാചകൻ കരഞ്ഞു, മോശ നിലവിളിച്ചു. കണ്ടോ ബ്രദർ? തെളിവ് ബ്രദർ നോക്കിക്കേ. ആ തെളിവ് മൊത്തം നോക്കിയിട്ട് അത് 3-4 പേജ് മറിച്ച് വന്നിട്ട് മത്തായി, മർക്കോസ്, ലൂക്കോസ് കഴിഞ്ഞു വന്നിട്ട് അടുത്ത വാക്യം എടുത്തു നോക്കണം. ബൈബിൾ പറയുന്നു, നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന് കഴിയും. അപ്പൊ ബ്രദർ, ഈ വാക്യം എന്നാന്ന് ചോദിക്കണം. അപ്പൊ അവര് പറയും, ഇതും ബൈബിളിലുള്ളതല്ലേ? അതെ. ഇത് ഏത് കാലഘട്ടമാണ്? യേശു സ്വർഗത്തിലിരിക്കുന്ന കാലഘട്ടമാണിത്. നമ്മൾ പാപത്തിലിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ മത്തായിക്കോ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കാലഘട്ടമാണ്. അപ്പൊ കൊരിന്ത്യ ലേഖനമോ യേശു ഉയർത്ത് എനിക്ക് പുത്രത്വം തന്ന കാലഘട്ടം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എന്റെ കൃപ നിനക്ക് മതി. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ആ കൃപ. ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം. ഇന്നും വീണ്ടും ഞാനിവിടെ നിർത്തുവാണ്, തീരുന്നില്ല. നമ്മുടെ ഇതിന്റെ തുടക്കമാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിലുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കാൻ വേണ്ടി പോവാ. അപ്പൊ ഈ ദിവസങ്ങളിൽ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്നെ കൂടെ പറ ബ്രദറെ, കർത്താവ് എനിക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലെന്ന് പറ. എനിക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലെന്നൊന്ന് പറഞ്ഞേ. എനിക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ, ഞാൻ കരയുന്നവനല്ല. എന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന യേശു എന്നെ തിരിച്ചറിഞ്ഞ കാലഘട്ടമാണ്. എനിക്ക് ജയാളിയായി ജീവിക്കേണ്ട സമയമാണ്. അപ്പൊ ഇന്നു മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കണം, നിങ്ങളുടെ കുടുംബത്തെ നോക്കണം, നിങ്ങളുടെ മൊത്തത്തിൽ നോക്കിയിട്ട് പറയണം, ഞാൻ അവകാശിയാണ്. എന്നിട്ട് ആ പൊടി പിടിച്ചിരിക്കുന്ന ബൈബിളൊക്കെ തുടച്ച് ഇന്ന് മൊത്തം എടുത്തിട്ട് ആ സങ്കീർത്തനത്തിന്റെ അകത്ത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്യങ്ങളൊക്കെ ഒന്ന് കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് പുത്രന്റെ അവകാശത്തിലേക്ക് ഒന്ന് കയറിക്കേ. ഞാൻ പണ്ടോർക്കുന്നുണ്ട്, ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട ഒരു ദിവസം ബൈബിൾ പറഞ്ഞപ്പോഴേക്കും ഒരു വാക്യം കൊണ്ട്, ആ വാക്യം ഇങ്ങനെയാണ്, യഹോവ നിന്നെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. ഒയ്യോ, ഒന്നാട് സങ്കടപ്പെട്ടായിരുന്നത്. പെട്ടെന്ന് കൈ വെച്ചിട്ട്, നമ്മൾ അങ്ങനെയാണല്ലോ, കൈ വെച്ചിട്ട് ഒരു മാജിക് ഉണ്ടല്ലോ, ഇങ്ങനെ പെട്ടെന്ന് നോക്കിയിട്ട്
പെട്ടെന്നൊരു ബൈബിൾ സങ്കീർത്തനം തുറക്കും. ആ സമയത്ത് ഞാൻ കണ്ടു, യഹോവ നിന്നെ വിടിവിക്കാൻ ആരും, യഹോവ നിന്നെ കീഴ്ക്കളെ വിടിവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. ഞാൻ ബൈബിൾ അടച്ചു. എൻ്റെ കർത്താവേ, ഒന്നാമത് സമാധാനമില്ലാതെ വചനം എടുത്തത്. ഉടനെ മനസ്സ് പറഞ്ഞു, കണ്ടോ എന്തോ വലിയ കുഴപ്പം നിനക്കുണ്ട്, എന്തോ വലിയ. ആ സമയത്ത് പിശാച് ആക്റ്റീവായി. പിശാച് കണ്ടോ നിന്നെ കൈവിട്ട് ദൈവം, നിന്നെ കൈവിട്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സ് മൊത്തം സങ്കടം വന്ന സങ്കീർത്തനം സെലിൻ സിസ്റ്റർ വാക്യാണ്, സങ്കീർത്തനം 50:22 അല്ലേ. പെട്ടെന്ന് പിശാച് ആക്റ്റീവായി. ഇവൻ പറയാൻ തുടങ്ങി, കണ്ടോ ദൈവം നിന്നെ കൈവിട്ട്. കറക്റ്റ് വചനം നോക്കിക്കേ, വിടിവിപ്പാൻ ഇനി ഒരുത്തനും വരത്തില്ല. ഇതെന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഭാരമായിട്ട് കയറിയ സമയത്ത് പെട്ടെന്നൊരു വാക്യം എൻ്റെ ഉള്ളിലോട്ട് ചാടി വന്നു. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല, ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ വിടുവിക്കും. ഓ കണ്ടോ, ഇതാണ് പുത്രത്വം. പെട്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവാണ് നിന്റെ ദൈവം. നിങ്ങൾ അങ്ങനെയാണോ? മക്കൾക്ക് ഇതിന് കുഴപ്പം വന്നിട്ട് ചവിട്ട് കൊടുക്കുമോ? നിനക്ക് അത് തന്നെ പറഞ്ഞു, നിന്നെ ഒരുത്തനും വിടുവിക്കാൻ വരത്തില്ല എന്ന് പറഞ്ഞ് പ്രാകുന്ന അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവം പറഞ്ഞ പിതാക്കന്മാരല്ല. നമ്മൾ സ്നേഹമുള്ള പിതാവാണെങ്കിൽ അവർക്കൊരു വിഷമം വരുമ്പോൾ, ദുഃഖം വരുമ്പോഴേക്ക് അവരെ ചേർത്ത് പിടിക്കും. അവരുടെ ദുഃഖം നിങ്ങളുടെ ദുഃഖമാകും, അവരുടെ വേദന നിങ്ങളുടെ വേദനയാവും. ഇതാണ് വ്യത്യാസം. പലപ്പോഴും ഇത് കുടുങ്ങിപ്പോകുന്ന, എങ്ങനെ കുടുങ്ങിപ്പോകുന്ന ഞാൻ പറഞ്ഞു തന്നിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പോകണേ. നിങ്ങളിപ്പോൾ ഈ സങ്കീർത്തന ഭാഗം കണ്ടു, യഹോവ നിന്നെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകാതെ. ഇത് പ്രസംഗിക്കുന്ന മണിക്കൂറുകൾ ഈ വചനം വെച്ച് പ്രസംഗിക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ. ആ പ്രസംഗത്തിലൊന്നും ദൈവത്വം അത് കേൾക്കരുത്. അങ്ങനെ ഒരു പ്രസംഗത്തിൽ എങ്ങാൻ അബദ്ധത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിക്കണം. നോക്കി, നിങ്ങൾ പെട്ടെന്ന് ആ സങ്കീർത്തനം കണ്ടു, വിടിവിക്കാൻ ആരും ഉണ്ടാകത്തില്ലെന്ന് കണ്ടു. ഉടനെ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ആക്റ്റീവ് ആകുന്നു നിങ്ങളുടെ ഫെയ്ത്ത്. പെട്ടെന്ന് മനസ്സ് പറയുന്നു, പിശാച് ആക്റ്റീവ് ആകുന്നു. പിശാച് എന്ന് പറഞ്ഞാൽ പിശാച് ശക്തിയല്ല, അവൻ്റെ ചിന്തകളെ, തന്ത്രങ്ങളെ അറിയണം. ഉടനെ ഇവൻ ആക്റ്റീവ് ആകുന്നു. ഉടനെ ഇവനെ പറയുന്നു നമ്മുടെ മനസ്സിനോട്, കണ്ടോ നിനക്ക് എന്തോ വലിയ കുഴപ്പമുണ്ട്, വലിയ കുറവുണ്ട്, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു നമ്മളെങ്ങനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പറയും, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ. ആദ്യമൊക്കെ നമ്മൾ സങ്കടമൊക്കെ പറയും. പിന്നെ നിങ്ങൾ പറയാൻ തുടങ്ങും, അല്ലെങ്കിലും എനിക്കറിയാം നമ്മളൊന്നും ഇത് പോകുന്നില്ല. ശ്രദ്ധിച്ച്, അവിടെ എന്താ സംഭവിക്കുന്നറിയാവോ? ബൈബിളിൽ ഒരു വാക്യമുണ്ട്, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്താ എതിർക്കേണ്ടത്? അവന്റെ തന്ത്രത്തെ എതിർക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിനക്കിലേക്ക് ഇന്ന് പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ യേശുവിനോട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ വിട്ട് പോ സാത്താൻ എന്ന് പറഞ്ഞതിന് മുമ്പ് പറഞ്ഞു, അവൻ വചനം കൊണ്ട് യേശു അതിനെ എതിർത്തു. ചാടാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ദൈവമായ യഹോവ എന്ത് ചെയ്യരുത്? പരീക്ഷിക്കരുത്. യേശു വചനം കൊണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്തു, എതിർത്തു. മനസ്സിൻ്റെ അകത്തോട്ട് ഇത് കയറുമ്പോൾ ഉടനെ പറയണം, ഇല്ല, ഞാൻ സങ്കീർത്തനത്തിൻ്റെ അകത്ത് നിലവിളിക്കുന്ന ദാസനല്ല, ഞാൻ ദൈവത്തിൻ്റെ പുത്രനായി തീർന്നിരിക്കുന്നു. മക്കളെങ്കിലോ അവകാശി അത്രേ. മറക്കല്ലേ, എൻ്റെ മേലെ അവകാശം കിടക്കുക. പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട. ഈ തിരിച്ചറിവിൽ വിളിച്ചു പറയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രൊഫറ്റിക്കൽ ആക്ഷൻ ഉണ്ട്. വരും ദിവസങ്ങളിൽ നമ്മളത് പറയാം. ഇന്നത് തുടക്കമിട്ടിട്ട് ഞാൻ ഇത് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യുവാണ്. പ്രൊഫറ്റിക്കൽ ആക്ഷൻ ഉണ്ട്. നിങ്ങളുടെ വിശ്വാസത്തെ ആക്ഷനിലേക്ക്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ കാണിപ്പാൻ ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെടുക. അബ്രഹാം ഉടനെ മൊബൈൽ ഫോൺ എടുത്തു, ആ ദേശത്തിൻ്റെ ഗൂഗിൾ മാപ്പ് ഉടനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഇങ്ങനൊരു സ്ഥലമുണ്ടോ, നാട്ടുകാരെങ്ങനെയാണ്, അവിടെ നല്ല മണ്ണാണോ, വില എങ്ങനെയുണ്ട്, അവിടുത്തെ ഏത് ഡോളറാണോ, കറൻസി ആണോ, എന്താണ് അവിടുത്തെ പരിപാടികൾ, അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന വെതറാണോ എന്ന് സെർച്ച് ചെയ്തിട്ട് അബ്രഹാമും സാറാമ്മച്ചും ആലോചിക്കുക, ദൈവം പറ്റിക്കുമോ, ഇറങ്ങി പുറപ്പെട്ടാൽ പെട്ടുപോകുമോ എന്ന് ചിന്തിച്ചില്ല. എബ്രായ ലേഖനം പറയുന്നു, ദൈവം പറഞ്ഞു താൻ കാണിപ്പാണിക്ക് ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ താൻ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ അവൻ ഇറങ്ങി പുറപ്പെട്ടു. നോക്കി, ഇതാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അബ്രഹാം പെട്ടിയെല്ലാം പാക്ക് ചെയ്തു. അപ്പൊ വീട്ടുകാർ ചോദിച്ചു, നീ എങ്ങോട്ടാ പോണതാ? ദൈവം പോകാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങുക. അബ്രഹാമെ, നീ എങ്ങോട്ടാ പോകുന്നത്? ഈ വഴി ബസ്സും ഇല്ല, കാറും ഇല്ല, ഫ്ലൈറ്റും ഇല്ല, ട്രെയിനും ഇല്ല, ഒന്നുമില്ല. നല്ല ഹോട്ടൽ പോലും ഇല്ല, റെസ്റ്റോറൻറ്റ് ഉണ്ടോന്ന് അറിയത്തില്ല. മരുഭൂമിയിൽ ഇഷ്ടംപോലെ സർപ്പങ്ങളുണ്ട്. നമുക്കറിയാം മരുഭൂമിയിൽ സർപ്പമുണ്ട്. പോണ വഴി കാട്ടിൽ ആപത്ത് ഒത്തിരി പരിപാടിയുണ്ട്. എങ്ങോട്ടാ ഈ പോകുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇറങ്ങി എന്നുള്ളത് സത്യമാണ്. ഇതാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി. കടഭാരമുള്ളവർ എന്ത് ചെയ്യണം? ആ പേഴ്സ് എടുത്തിട്ട്, ആ ബാങ്ക് പാസ്ബുക്ക് എടുത്തിട്ട്, എന്തായാലും പൈസ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അതൊക്കെയാണല്ലോ. അതൊരു സഞ്ചിക്കകത്തോട്ട് വിരിച്ചാൽ 1 കോടി രൂപ കടയുള്ള ആള്, ഞാനിത് കടഭാരം എല്ലാം കൂടെ മിക്സ് ചെയ്തങ്ങ് പറയാം, 1 കോടി രൂപ കടമുള്ള ആൾക്ക് എന്തായാലും ബിഗ് ഷോപ്പറിനകത്ത് പൈസ ഇട്ട് കാര്യമില്ല, തികയത്തില്ല.
പിന്നെ വരാം. പിന്നെയുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞ ബാങ്കില ഇത്ര എമൗണ്ട് അവിടെ നിന്ന് ബാങ്കി ബുക്ക് എടുത്തിട്ട് കൈവച്ചിട്ട് പറയണം, യേശുവിന്റെ നാമത്തിൽ ഞാൻ ധനവും മാനവും പുരാതന സമ്പത്തിനും ഞാൻ അവകാശിയ. ദൈവത്തിന്റെ ധനത്തിനും പറയണം, ദൈവത്തിന്റെ ധനത്തിനും ദൈവത്തിന്റെ മാനത്തിനും ദൈവത്തിന്റെ പുരാതന സമ്പത്തിനും ഞാൻ അവകാശിയ. സങ്കീർത്തനം 23 സങ്കീർത്തനത്തിൽ പറയുന്നു, ഐശ്വര്യവും സമ്പത്തും എൻ്റെ ഭവനത്തിൽ ഉണ്ടാകും. ഞാൻ വാരി വിതറി കൊടുക്കും. ഞാൻ വായ്പ മേടിക്കത്തില്ല. രാവിലെ മുതൽ കുത്തിയിരിക്കുക, രാവിലെ മുതൽ ബൈബിൾ എടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യ്. വിശ്വാസത്തിന്റെ പ്രവൃത്തി അബ്രഹാം ചെയ്തതുകൊണ്ട് 112 സങ്കീർത്തനത്തിന്റെ 9 വാക്യം റീതാസൗര്യ വാക്കിയിട്ടുണ്ട്, ഐശ്വര്യവും സമ്പത്തും നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകും. രാവിലെ ബൈബിൾ തുറന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് കരയാതെ ആ പേഴ്സും ഒക്കെ എടുത്ത് അങ്ങ് വെച്ചിട്ട്, കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചിട്ട് ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയിൽ കൈ വെച്ചിട്ട് പറയും. എന്തായാലും അവർ ചിലപ്പം അടുത്ത് വന്നിരിക്കത്തില്ല, ബ്രദറെ ഞാൻ വിളിച്ചിട്ട് അവരൊന്നും പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, വേണ്ട, ആ ഫോട്ടോ എടുത്ത് വെക്ക്, കൈ വെക്ക്, എന്നിട്ട് ഒന്ന് പ്രവചിക്ക്. എങ്ങനെ പ്രവചിക്കേണ്ടത്? ദൈവത്താൽ ഉപദേശിക്കപ്പെടുന്ന മക്കളായിത്തീരും. ബൈബിൾ പറയുന്നുണ്ട്, യഹോവയാൽ ഉപദേശിക്കപ്പെടുന്ന സന്തതികളായിത്തീരും. ഇനി അടുത്ത് പിടിക്കാൻ പറ്റുന്ന കുഞ്ഞുണ്ടെങ്കിൽ തലയെ കൈ വെച്ചൊക്കെ പ്രാർത്ഥിക്കും, അങ്ങോട്ട് പ്രവചിക്കും. എല്ലാ ദിവസവും പ്രവചിക്കണം. അസ്ഥി താഴ്വരെ നോക്കിയിട്ട് വിളിച്ചു പറയേണ്ടത്, യഹോവയുടെ വചനം കേൾക്കുവിൻ. ദാനിയേലിനോട് പറയുകയാണെ, എസെക്കിയേലിനോട് പറയും, നീ അസ്ഥി താഴ്വരെ നോക്കി പ്രവചിച്ചു പറയേണ്ടതെന്നാൽ യഹോവയുടെ വചനം കേൾപ്പിൻ. അപ്പൊ പ്രവചിച്ചു പറയണം. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞു തരുവാട്ടെ, എങ്ങനെയാണ് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞു തരുവാ. ഇത് കേട്ടിട്ട് നാളെ മുതൽ ബ്രദറെ ഒന്നും ശരിയാകുന്നില്ലെന്ന് പറഞ്ഞ് വിളിക്കരുത്. യുദ്ധത്തിന്റെ അകത്ത് നിൽക്കുന്ന ഇസ്രായേൽ എങ്ങനെ വളരുന്നുള്ളത് പഠിക്കണം. ആദ്യം പോയി നമ്മളിപ്പോ യുദ്ധമുഖത്ത് നിൽക്കും ഇന്ത്യ അല്ലേ, പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും ഇപ്പൊ നമുക്ക് യുദ്ധമാണ്. കുറെ കഴിയുമ്പോൾ പയ്യെ എന്ത് ചെയ്യും, ഇതിന്റെ അകത്ത് ഫിനാൻസ് എല്ലാ കാര്യത്തിനും വിലക്കയറ്റം ഇനി വരും പയ്യെ. കാര്യം പിന്നെ നമുക്ക് സാമ്പത്തികം ആവശ്യം വരും. യുദ്ധം നടക്കുന്ന സമയം നമുക്കറിയാം. യുദ്ധം നടക്കുന്ന സമയത്ത് റഷ്യ, ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ പല സാധനം മേടിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ഇവിടെ എല്ലാത്തിനും വിലക്കയറ്റം വന്നു. അപ്പോഴാണ് മനസ്സിലായത്, ഈ റഷ്യയിൽ നിന്നും അവിടെ നിന്നും ഇവിടുന്നും ഒക്കെ വരുന്നതാണ് ഈ സാധനങ്ങളൊക്കെ കൂടുതലും. നമ്മുടെ നാട്ടുകാരെ വരില്ല പറഞ്ഞിട്ടുള്ളൂ, ഇവിടുത്തെ കാര്യം പറഞ്ഞത്. എല്ലാത്തിനും വിലയും കൂടി, പെട്ടെന്ന് ഭയങ്കര വില. അപ്പോഴാണ് പറഞ്ഞത് യുദ്ധം നടക്കുമല്ലേ, അപ്പൊ പലതും വില ഇനി കൂടുമെന്ന് പറഞ്ഞു. അപ്പൊ യുദ്ധം നടക്കുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എല്ലാത്തിനും വിലക്കയറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ദിവസവും യുദ്ധം നടക്കുന്ന ഈ രാജ്യത്ത് എങ്ങനെ ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യുന്നത്? എങ്ങനെയാ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്? എനിക്കറിയാം ഒത്തിരി പേര്, ഞാൻ പറഞ്ഞില്ലേ, ഈ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു, അവര് ഇസ്രായേലിൽ പോയി ജോലി ചെയ്ത് നല്ലൊന്നാന്തരം വീടും എല്ലാ സാധനങ്ങളും മേടിച്ചു. അതെ, യുദ്ധം നടക്കുന്ന സമയത്ത് വീട് പണി നടത്തി. നോക്കിക്കേ, യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് നല്ലൊരു വീടൊക്കെ പണിത് അവര് സെറ്റപ്പായി മാറി. ഇന്ന് നാട്ടിൽ സെറ്റിലാകാൻ പോവുക. ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ കഴിയുന്നു. അതാണ് ആ രാജ്യത്തിന്റെ അനുഗ്രഹം. അവിടെ ഒരു അനുഗ്രഹം കിടപ്പുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ആ മണ്ണിലൊരു അനുഗ്രഹമുണ്ട്, നിങ്ങളുടെ ഭവനത്തിലൊരു അനുഗ്രഹമുണ്ട്, നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ വീട്ടിൽ കാല് കുത്തുന്നവന്റെ മേലും അത് ഉണ്ടാവും. അറിയാവോ? ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞത്, ഈ കൈവെപ്പ് ശുശ്രൂഷ ഞാൻ വിശ്വസിക്കുന്നതിന്റെ കാരണം, ഞാൻ ഒരാളുടെ മേൽ കൈവച്ചാൽ എനിക്ക് നല്ല ഉറപ്പാണ് ആ വ്യക്തിയുടെ അവസ്ഥ മാറും. ഞാൻ മിടുക്കനായതുകൊണ്ടല്ല, ഞാനൊരു അനുഗ്രഹമാണ് ബൈബിൾ പറയുന്നു. എനിക്കിന്ന് ഒത്തിരി പറയാനുണ്ട്, സമയം ഇല്ലാത്തവരൊന്നും ചാടിപ്പോക്കോ, കുഴപ്പമില്ല. ഇതെല്ലാം അകത്തോട്ട് കയറണം, നിങ്ങളുടെ അകത്തോട്ട് ഇത് കത്തണം, അകത്ത് ഇത് വ്യാപരിക്കണം. ഈ ദിവസങ്ങളിൽ കരഞ്ഞ് സങ്കടപ്പെടാൻ പറ്റത്തില്ലെന്നേ. കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ, കര കയറി വന്നേ പറ്റത്തുള്ളൂ, ഈ പ്രതിസന്ധിയെ ജയിച്ചേ പറ്റത്തുള്ളൂ, ഈ വിഷയത്തിൻ്റെ മേൽ ജയാളി ആയേ കഴിയത്തുള്ളൂ. അങ്ങനെ ഉള്ളവർക്ക് മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാം, ചാടിപ്പോകാം. പിന്നീട് എപ്പോഴേലും സമയമുള്ളപ്പം ഏതെങ്കിലും ദേവദാസന്മാരുടെ മെസ്സേജ് ചെയ്ത് മടുത്തു കഴിയുമ്പോൾ വന്ന് കേൾക്കാം, കുഴപ്പമില്ല, എനിക്ക് വിഷയമില്ല. പക്ഷെ സ്ഥിരമായി കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂട്ടോ, ഉള്ള വഴി പറഞ്ഞു തരുക യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കുക, അപ്പൊ നമ്മുടെ അകത്തുണ്ടായിരുന്ന അനുഗ്രഹങ്ങളെ അവരെന്ത് ചെയ്തു? അവർ യൂസ് ചെയ്തതുപോലെ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ പുറത്തേക്ക് എടുക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വാസത്തിന്റെ ആക്ഷനുകളെ പ്രാക്ടീസ് ചെയ്യണം. വിശ്വാസത്തിന്റെ ആക്ഷനുകൾ. ഒന്നാമത്തെ ആക്ഷനാണ് നാവ് കൊണ്ട് പ്രവചിക്കുന്നത്. രണ്ടാമത്തെ ആക്ഷനാണ് നിങ്ങളൊരു വസ്തുവിന്റെ മേലേക്ക് അനുഗ്രഹത്തെ കൈമാറാൻ കഴിയും. നമുക്ക് ഒന്നിന്റെ മേൽ മറ്റൊന്നിനെ പകരുവാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുത്ത് വെക്കുന്നതൊക്കെ ഇതിനെ ആക്റ്റീവ് ആക്കുന്ന മേഖലകളാണ്.
ആമേൻ. നോക്കി, ആരോഗ്യം വരുത്തുന്ന സ്വന്തം ശരീരത്തിൽ എല്ലാ ദിവസവും കൈവച്ചിട്ട് പറയണം, ആ രോഗം അവിടെ നിൽക്കുമ്പോൾ തന്നെ പറയണം, ഈ രോഗം വരാനുള്ള കാരണം എന്നാണ്? അയ്യോ ബ്രദറെ, അതെന്നറിയാം, എൻ്റെ അപ്പച്ചന് രോഗം ഉണ്ടായിരുന്നു, എൻ്റെ അമ്മച്ചിക്ക് രോഗം ഉണ്ടായിരുന്നു, അതൊന്നും പോയില്ലേ, ആ പുറകെ പോകാതെ പറയണം, രോഗം വന്ന കാരണം പാപമാണെങ്കിൽ യേശു എൻ്റെ പാപത്തെ നീക്കിയത് കൊണ്ട് തീർച്ചയായും ആരോഗ്യം എൻ്റെ അവകാശമാണ്. ഇന്നലെ വരെ ആരോഗ്യം ദൈവം തരുന്നതാണ്, ഇന്ന് ദൈവം എനിക്ക് അവകാശമാക്കിയിരിക്കുന്നത്. വ്യത്യാസം കണ്ടോ? തരുന്നതും അവകാശവും വ്യത്യാസമാണ്. തരുന്നത് അവകാശം, അത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഒരു വിഷയമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവകാശിയാണ് ഞാൻ, അവകാശിയാണ് ഞാൻ, പറഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും, അവകാശിയാണ്, അവകാശിയാണ്, അവകാശിയാണ്. ഇത് എന്റേതാണ്. അങ്ങനെ പറഞ്ഞു പഠിക്കണേ, ഇത് എന്റേതാണ്. സാമ്പത്തിക ഉയർച്ച എന്റേതാണ്, ആരോഗ്യം എനിക്കുള്ളതാണ്, നന്മ എനിക്കുള്ളതാണ്, സമാധാനം എനിക്കുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്യണ്ട, പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒരു പ്രാർത്ഥനയില്ല. പക്ഷെ പകരം ഞാൻ ആ അറിവ് എൻ്റെ അകത്ത് വേണം. അപ്പൊ നമുക്ക് എന്നാ സംഭവിക്കുന്നത്? നമുക്കൊരു വാശി അകത്തോട്ട് വരും, വാശി അകത്തോട്ട് കയറണം. എന്താണ് ഈ വാശി? വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് കാര്യത്തിലാണോ നിങ്ങൾക്ക് ഉറപ്പുള്ളത്, ആ ഉറപ്പുള്ള കാര്യത്തിലുള്ള നിങ്ങളുടെ അതികഠിനമായിട്ടുള്ള ഒരു ധൈര്യമാണ് ഈ വാശി എന്ന് പറയുന്നത്. ചില പറയത്തില്ലേ, അവനത് പിടിച്ചതുകൊണ്ടേ പോകത്തുള്ളൂ. എന്തോ പിടിച്ചിട്ടുണ്ട് അവൻ. ഇതാണ് യഹൂദന്റെ എരിവെന്ന് പറയുന്നത്. ഒരു കണക്കിന് നല്ലതാണ്, പലപ്പോഴും നമുക്കറിയാം എരിവ്. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കൾ. കണ്ടോ, ആരാ അബ്രഹാം? വാഗ്ദത്തം ലഭിച്ച ആളാണ്. അല്ലെ, ആരെങ്കിലും അബ്രഹാമിനെ നോക്കുവോ? പണ്ട് കൽദേറ പട്ടണമ ഊരിൽ വിഗ്രഹത്തെ വിറ്റ് നടന്ന അബ്രഹാമിന് ആർക്കെങ്കിലും വേണം, പക്ഷെ വാഗ്ദത്തമുള്ള അബ്രഹാമിന് എല്ലാവർക്കും വേണം. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച അബ്രഹാമിനെ വേണം. ബഹുജാതിക്ക് പിതാവായ അബ്രഹാമിനെ വേണം. അനേക ജാതികളുടെ പിതാവായ അബ്രഹാമിനെ അവർക്ക് വേണം. എന്തുകൊണ്ടെന്നാൽ അവൻ അവകാശിയാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു തീരുവാണ്. അബ്രഹാം നിങ്ങളുടെ വീട്ടിൽ കാലുകുത്തിയാൽ ഒരാരും അറിയോ? അനുഗ്രഹമാണ്. അതെന്നെ ബ്രദറെ, അങ്ങനെ ഇതാണ് അബ്രഹാമിന്റെ സന്തതിയായ യാക്കോബ് പറഞ്ഞത്, ഞാൻ നിമിത്തം യഹോവ നിന്നെ അനുഗ്രഹിച്ചു. ഇത് എവിടുന്ന് കിട്ടി യാക്കോബിന് ഈ വാക്ക്? കാര്യം കുഞ്ഞുനാള് മുതൽ അപ്പനും അമ്മയും പറഞ്ഞത് ദേവദാസന്മാരുടെ കുറ്റമല്ല. ഇസഹാക്ക് വീട്ടിൽ പറഞ്ഞറിയോ, ആ ദൈവദാസൻ ശരിയല്ല, ആ ബ്രദർ ശരിയല്ല, ആ ഉപദേശം ശരിയല്ല. ഇതിങ്ങനെ വീട്ടുകാരുടെ മുമ്പിൽ നിന്നല്ല ഇസഹാക്ക് പറയുന്നത്. ഇസഹാക്ക് പറയുന്ന മുഴുവൻ, എൻ്റെ അപ്പച്ചൻ അബ്രഹാം, എന്നെ ആരെന്നറിയാവോ? അതൊക്കെ ഒരു കാലം, നമ്മൾ ആരാന്നറിയാവോ? ഇതാണ് യാക്കോബ് ലാബാന്റെ വീട്ടിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ചെന്നപ്പോ സമയത്തും പറഞ്ഞത്, ഒരു വടിയോടുകൂടെ മാത്രമാണ് ഞാൻ വന്നത്, ഒന്നുമില്ലാത്തവനായിരുന്നു യോർദാന്റെ കരയിൽ ചാടി വന്നപ്പം. പക്ഷെ ഞാൻ കാലുകുത്തിയ നിമിത്തം നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ നിമിത്തം യഹോവ നിന്നെ വർദ്ധിപ്പിച്ചു. അപ്പൊ ആരായി ഞാൻ? അനുഗ്രഹമുള്ളവനാ ഞാൻ. അതുകൊണ്ടാണ് കർത്താവിന്റെ കൃപ ഈ വെളിപ്പാടുള്ള ദൈവദാസന്മാരെയൊക്കെ വിളിച്ച് വീട്ടിൽ ഒരു നേരത്തേക്ക് ആഹാരം കൊടുത്താൽ നല്ലതാ. എനിക്ക് സമയമില്ലല്ലേ, ഞാൻ വന്നേനെ എല്ലാവരുടെയും വീട്ടിൽ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പോയാൽ മതി തിരിച്ചറിവോടെ. അപ്പൊ ഈ അറിവ് ഇസ്രായേലിന്റെ അകത്തുള്ളത് കൊണ്ടാണ് ഇവൻ ഈ ബ്ലെസ്സിങ് തുറക്കുന്നത്. യഹൂദൻ ഈ അറിവുള്ളത് കൊണ്ടാണ് ഇവൻ അനുഗ്രഹമുള്ളത്. അതുകൊണ്ടാണ് പല ആൾക്കാർ ഇസ്രായേലുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി പോണത്, യഹൂദന്മാരുമായിട്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളൊരു അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യമല്ല, ഞാനൊരു ഭവനത്തെ കാലുകുത്തിയാൽ അത് ആ അറിവാണ് അത് ഓപ്പറേറ്റഡ് ആകുന്നത്. ആ ബ്ലെസ്സിങ് ഓപ്പറേറ്റഡ് ആവും. കാലുകുത്തുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും. ഒരു വ്യക്തിയുടെ മേൽ കൈവച്ചാൽ അവിടെ അനുഗ്രഹം സ്പ്രെഡ് ആവും. ആ ബ്ലെസ്സിങ്ങൾ തുറക്കും. കാര്യം നീ ഒരു അനുഗ്രഹമാണ്. യാക്കോബ് പറഞ്ഞു, ഞാൻ നിമിത്തം നിന്റെ കുടുംബത്തെ യഹോവ അനുഗ്രഹിച്ചു. നീ കുതികാല് വെട്ടി വന്നവനല്ലേ എന്ന് ചോദിച്ചാൽ ശരിയൊക്കെയാണ്. പക്ഷെ കുതികാല് വെട്ടുന്നതിന് മുമ്പ് പിതാക്കന്മാരുടെ അനുഗ്രഹത്തിന്റെ അവകാശിയാ ഞാൻ. കണ്ടോ, കുതികാല് വെട്ടിവെന്നാണ് നിന്റെ പേരെങ്കിലും നീ അബ്രഹാമിന്റെ സന്തതിയാണ്. സ്വർഗീയ നല്ല പിതാവെ, ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുകയല്ല, നമ്മൾ അവകാശിയാണ് തിരിച്ചറിയുവാണ്. ആ രോഗത്തോടൊക്കെ ഒന്ന് പറഞ്ഞ്, നീ എന്തിനാ എൻ്റെ മേൽ കയറിയിരിക്കുന്നത്? ഇറങ്ങിപ്പോ യേശുവിന്റെ നാമത്തിൽ. ഞാൻ അവകാശിയാണ്, ഞാൻ അവകാശിയാണ്. പറഞ്ഞ ഞാൻ അവകാശിയാണ്. ഈ ദിവസങ്ങളിൽ സാമ്പത്തിക ഞെരുക്കങ്ങളുടെ അകത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടേബിളൊക്കെ എടുത്ത് മാറ്റണം. കർത്താവെ, എനിക്ക് സമ്പത്ത് തന്നാൽ ഞാൻ അതും കൂടെ പറഞ്ഞേക്കാം. ചില ആൾക്കാർ മെസ്സേജ് പറയും, ബ്രദറെ, എന്നെ കർത്താവ് അനുഗ്രഹിച്ചാൽ ഞാൻ കൂടുതൽ ദശാംശങ്ങളും കൂടുതൽ സ്വോത്രകാഴ്ചകളും ഒക്കെ തരാൻ റെഡി. അങ്ങനെ പറയരുത്. ഇന്നും മുതൽ സ്റ്റോപ്പ് ചെയ്യുക.
ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കിട്ടിയാൽ കൊടുക്കാന്നുള്ള പരിപാടി, അതെന്ത് പരിപാടി എനിക്കറിയത്തില്ല. കൂടുതൽ കിട്ടിയാൽ കൂടുതൽ കൊടുക്കാം, അതെന്തോ എനിക്കത് മനസ്സിലാകുന്നില്ല. അങ്ങനെ പറഞ്ഞ് പഠിക്കരുത്. അങ്ങനെ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ കിട്ടുമ്പം നമ്മുടെ മനസ്സ് മൊത്തം കൂടുതൽ കിട്ടുന്നതിന്റെ പുറകെ പോകും. അല്ല, ഞാൻ അവകാശിയാണ്, വാരി വിതറി കൊടുക്കുന്നവനാ ഞാൻ, കണക്ക് നോക്കാതെ കൊടുക്കുന്നവനാണ്. അങ്ങനെയാണ് ഞാൻ. അങ്ങനെ വിശ്വസിച്ചാൽ മതി, ബാക്കിയെല്ലാം പുറകെ വരും. അല്ലെ കുഴപ്പമെന്ന് വെച്ചാൽ പറയും, ഇതിന്റെ പുറകെ പോവും, കൂടുതൽ കിട്ടുന്നതിന്റെ പുറകെ പോവും, കൂടുതലൊക്കെ എന്റെ പുറകെ വരും എന്ന് പറയണം. അതുകൊണ്ട് ഞാൻ ഈ കൂട്ടത്തിൽ പറയുക, ശ്രദ്ധിച്ച്, യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. ആ ഫിനാൻഷ്യൽ ഈ ദിവസത്തിൽ കടഭാരത്തിന്റെ അകത്ത് ഞെരുങ്ങി കരഞ്ഞ് തകർന്നിരിക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ വ്യക്തിപരമായി ബൂസ്റ്റ് ചെയ്യുവല്ല, നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നന്മ നിറയും. എന്നെ തെളിവ്, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം, നോക്കിയ സ്ഥലം പോരാതെ വണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും ഞാൻ. നിന്നെ സ്ഥലം പോരാതെ വണ്ണം ഞാനത് ഞാൻ തുറന്നു, ചില അനുഗ്രഹങ്ങളെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ, റിലീസ് ചെയ്യാൻ വേണ്ടി പോവാ. യേശു തന്ന അധികാരത്തിന്റെ മേൽ തുറക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടുമെന്ന് എൻ്റെ മേൽ വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൽ ഞാൻ തോന്നുന്നുണ്ട്. അപ്പാ പിതാവേ, അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് സമാധാനമില്ലാതെ ഞെരുക്കത്തിലും രോഗത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കടന്നു പോകുന്ന ഓരോ വ്യക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അൺലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അവർ പൂട്ടുകൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവർ ദേശത്തിൽ, പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ, എല്ലാ മേഖലയിലും അനുഗ്രഹമായി തീരും. ഓ യേശുവേ, ഞങ്ങൾക്ക് ആരോഗ്യം അവകാശം വിട്ടുകൊടുക്കരുത് കേട്ടോ, വിട്ടുകൊടുക്കരുത്. രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ബ്രദറെ ഒരു മാറ്റമില്ല, ബ്രദറെ ചത്തുകൊണ്ടിരിക്കുക, ബ്രദറെ വിട്ടുകൊടുക്കരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ കൊലപാതകം കാണിച്ചൊന്ന് പേടിപ്പിക്കണമെന്ന് പറ, മരിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട പിശാച് എന്ന് പറ. മരിച്ചവരെ പോലും ഉയർപ്പിക്കുവാൻ കഴിവുള്ള ശക്തി എൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് മൊത്തം. ആ വേദനയോട് പറ, ഞാൻ അവകാശിയാണ്, ഞാൻ അവകാശിയാണ്. വേദനയല്ല എൻ്റെ അവകാശം, ആരോഗ്യമാണ് അവകാശം. സൗഖ്യം എൻ്റെ അവകാശമാണ്, സൗഖ്യം എൻ്റെ അവകാശമാണ്. യേശുവിൻ്റെ നാമത്തിൽ അല്പനേരം ഒന്ന് പറഞ്ഞ് തുറക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സൗഖ്യം എൻ്റെ അവകാശമാണ്, സൗഖ്യം എൻ്റെ അവകാശമാണ്, സമാധാനം എൻ്റെ അവകാശമാണ്, നന്മ എൻ്റെ അവകാശമാണ്. എന്നോട് എതിർക്കുന്ന ശത്രു ജയിക്കത്തില്ല, അതെൻ്റെ അവകാശമാണ്. അവൻ ജയിക്കത്തില്ല. എന്നെ ചെതറിപ്പിക്കാൻ നോക്കുന്നവൻ ജയിക്കത്തില്ല, എന്നെ പരാജയപ്പെടുത്താൻ നോക്കുന്നവൻ ജയിക്കത്തില്ല, എന്നെ തകർക്കാൻ നോക്കുന്നവൻ ജയിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ബൈബിൾ എന്നോട് പറയുന്നത്, നിന്നോട് എതിർക്കുന്നവൻ തോക്കും, നീ തോക്കത്തില്ല. പൗലോസ് ലീഗ പറഞ്ഞു, ക്രിസ്തു യേശുവിൽ എല്ലായിടത്തും നീ ജയാളിയാ. ഓ യേശുവെ, നന്ദി കർത്താവേ. നന്മയും കരുണയും ഞാനിപ്പോൾ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവെ, അവരുടെ ഞെരുക്കങ്ങളുടെ മേൽ പുതു വഴി തുറക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ യേശുവെ, ഞാൻ പവിത്രം എന്ന് പറയുന്നൊരു വീട്ടുപേര് കർത്താവിനെ കാണിക്കുക. പവിത്രം എന്ന് പറയുന്നൊരു വീട്ടുപേര് കർത്താവിനെ കാണിക്കുക. സകല വിധമാകുന്ന പാരമ്പര്യ ശക്തികളും ആ കുടുംബം വിട്ട് മാറിപ്പോകുന്നത് കാണിക്കുക. പവിത്രം എന്ന് പറയുന്നൊരു വീട്ടുപേരാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ലൈവിലോ സൂമിലോ ഒക്കെ ആയിക്കോട്ടെ, ആ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ മേൽ നിന്ന് തകർച്ചകൾ തകർന്നു മാറുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പ. ആ കുടുംബങ്ങളിൽ നിന്ന് കർത്താവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സകല വിധമാകുന്ന പിശാചിന്റെ നുകങ്ങളും ഒടിയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. ആലോചന ഇടപെടുന്നവർ സൂമിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതി, അല്ലാത്തവരൊന്നും മ്യൂട്ട് മാറ്റേണ്ട. മൈക്കുകളൊക്കെ നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നിടത്ത് തൊട്ടാൽ മതി, തന്നെ മ്യൂട്ട് ആയിക്കോളും. പറഞ്ഞുകൊണ്ടിരുന്നേ. യേശുവിൻ്റെ അധികാരമുള്ളത് പറയാനുള്ളവരാണെങ്കിൽ മാത്രമേ സംസാരിക്കുള്ളൂ, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഞാനിപ്പോൾ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയാണ്. യേശുവെ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. നന്ദി പിതാവേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ, വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. സകലരെയും ഇന്ന് യേശുവിന്റെ നാമത്തിൽ വേർതിരിക്കുന്നപ്പ.
ഞാനിന്ന് കർത്താവിനെ കാണിക്കുന്ന ഈ ചുണ്ടൻ വള്ളത്തിന്റെ ഒരു 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 തടി കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവം കയറി വരുന്ന വീടിന്റെ ടിവിയുടെ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിന്റെ അകത്ത് ഞാനിത് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ഒരു വ്യക്തി, ആ ഒരു സഹോദരിയെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, ആ സഹോദരിയുമായിട്ട് ബന്ധപ്പെടുത്തി സഹോദരിക്ക് ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിക്ക് ഒരു ആൺ തലമുറയുണ്ട്. ഇവർ രണ്ടുപേരെയും ബന്ധപ്പെടുത്തി യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ തടസ്സമായി നിൽക്കുന്ന വിഷയത്തെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ അടയാളമുള്ള ഭവനം ആ ടിവിയുടെ അടുക്കലാണ് ഇതിരിക്കുന്നത്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതെന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ വീടിന്റെ അടുത്ത് വള്ളത്തിന്റെ ഇത് വെച്ചിട്ടുണ്ട്. സിസ്റ്ററുടെ വീടാണ് ഇപ്പൊ പറഞ്ഞ അടയാളം മുഴുവനും. അതെ അതെ അതെ. ഓ, യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. ആ, പറഞ്ഞു. റൂമില് ടി വി ഉണ്ട്. ടിവിയുടെ അടുത്ത് ഒരു മൂലപ്പടി അലമാരി പോലെ ഉണ്ട്. അതിന്റെ മേളിലായിട്ട് വള്ളം വെച്ചിട്ടുണ്ട്. വള്ളത്തിന്റെ ഇത് വെച്ചിട്ടുണ്ട്. ചുണ്ടൻ വള്ളത്തിന്റെ പോലെ. ഇന്ന് രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചേച്ചിയുടെയും തലമുറയിനും ദൈവം തൊടാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ സഹോദരനെയും ചേച്ചിനെയും തൊടാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ നന്മ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദിവസങ്ങളിൽ അവകാശങ്ങളെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. എൻ്റെ ഉള്ളത്തിൽ കർത്താവിന് ഒരു വാക്ക് പറഞ്ഞു. പുന്നപ്പുറ എന്ന് പറയുന്ന ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു വസ്തുവിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെട്ടിട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുക. ആ കുടുംബത്തിന്റെ അകത്തുനിന്ന്, ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തിന്റെ അകത്തുനിന്ന് തലമുറകൾക്കകത്ത് തടസ്സമായി നിൽക്കുന്ന യേശുവിന്റെ നാമത്തിൽ ചില പ്രവൃത്തികൾ ഇന്ന് വിട്ടുമാറി. യേശുവിന്റെ നാമത്തിൽ ആ തലമുറ കുടുംബത്തിന്റെ മേൽ ഒരു അനുഗ്രഹ സാക്ഷ്യമായി ദൈവം തീർക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്ന കുടുംബത്തിന്റെ അകത്തുനിന്നും ഒരു യാത്രയെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. പുന്നപ്പുറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. അവിടെ ഒരു വസ്തുവിന്റെ മേലാണ് ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെടുത്തി കിടക്കുന്നത്, ലോക്കായി കിടക്കുന്നത്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഇന്ന് ലൈവിലായിക്കോട്ടെ സൂമിലായിക്കോട്ടെ കേൾക്കുന്ന ഭവനം ആമേൻ പറഞ്ഞ ആ വിഷയത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ. ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. സകല ബ്ലെസ്സിങ്ങുകളെ അപ്പാ ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ നന്മ കൊണ്ട് കർത്താവെ അങ്ങ് നിറയ്ക്കുന്നല്ലോ. സകല സമൃദ്ധിയുടെ വാതിലുകളെയും യേശുവെ അങ്ങ് തുറക്കുന്നല്ലോ. അവരുടെ വിഷയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സാക്ഷ്യമായി മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ നന്മയായി പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റി. അനാവശ്യമായിട്ട് നിങ്ങൾ മ്യൂട്ട് മാറ്റല്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവിന്റെ വലിയൊരു സാക്ഷ്യമായി തീരട്ടെ. ആമേൻ പറഞ്ഞ വ്യക്തി ഏറ്റെടുത്തു. വലിയ പ്രവൃത്തിയായി കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവര് ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്തു വെച്ച് എന്നിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അവകാശിയാണ്. ഞാൻ ഈ രോഗത്തിനല്ല, സൗഖ്യത്തിന് അവകാശിയാണ്. സൗഖ്യം എന്റെ അവകാശമാണ്. ആരോഗ്യം എന്റെ അവകാശമാണ്. സമൃദ്ധി എന്റെ അവകാശമാണ്. സാമ്പത്തിക തകർച്ചയല്ല, സാമ്പത്തിക ഉയർച്ച എന്റെ അവകാശമാണ്. എനിക്ക് ദൈവം വസ്തുവകകളെ അവകാശമാക്കി തരും. വസ്തുവകകളെ അവകാശമാക്കി തരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ സകല പ്രതിസന്ധികളും നീങ്ങി ദൈവത്താലുള്ള നന്മകളെ തുറന്നു വരട്ടെ. ദൈവത്താൽ ഇന്ന് നന്മകളെ തുറന്നു വരട്ടെ. അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നപ്പ ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ രോഗത്തിന്റെ മേൽ, പ്രതികൂലങ്ങളുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യത്തെ തുറക്കുന്നപ്പ, അത്ഭുത വിടുതലുകളെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവരുടെ ശരീരത്തിന്റെ മേൽ, അവരുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്താലുള്ള അവകാശങ്ങളെ ഇന്ന് തുറക്കട്ടെ. അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ വലിയ നന്മ തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ. പ്രതികൂലങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ. ഈ സജീവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട്, സജീവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു കുടുംബത്തെ സ്പർശിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ആ വ്യക്തിയെ ദൈവം ഒരു സാക്ഷ്യമാക്കിയ കുടുംബത്തെ നിർത്താൻ വേണ്ടി പോവാണ്. സജീവിനെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പോകുന്നു.
പറയാൻ വേണ്ടിയാണ്. സജീവ് എന്റെ സഹോദരനോ മരിച്ചു പോയതാണ് ബ്രദറെ. ജീവനോടെ ഇരിക്കുന്ന ആളാണ്, ജീവനോടെ ഇരിക്കുന്ന വ്യക്തിയാണ് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്ന മരിച്ച ആളല്ല. സജീവ് എന്ന് പറഞ്ഞ ബാക്കി എല്ലാരും മയക്കിവിട്ടത്. സജീവ്, സജീവ്, സജിനല്ല, സജീവ് എന്ന് പറയുന്ന ജീവനോടെ ഇരിക്കുന്ന വ്യക്തി. ജീവനോടെ ഇരിക്കുന്ന ജീവനോടെ ഇരിക്കുന്ന ആളുടെ കാര്യം പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ ജീവനോടെ ഇരിക്കുന്ന 2 മക്കളുണ്ട്. ആ വ്യക്തിനെ മതി ആ വ്യക്തിനെ കർത്താവ് സ്പർശിക്കുക. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി ആ വ്യക്തിയുടെ മുമ്പിലേക്ക് ദൈവം അയക്കുന്നു. ആ വ്യക്തിയെ അനുഗ്രഹിക്കുവാനും അവരുടെ ജീവിതത്തിൽ യേശുവിനെ വെളിപ്പെടുത്തുവാനും ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവെ ഞങ്ങളുടെ വലിയ മഹത്വത്താൽ ഇങ്ങനെ നടക്കുന്നല്ലപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവ് എന്നെ വീണ്ടും ഒരു ഭവനത്തിന്റെ അകം കർത്താവ് എന്നെ കാണിക്കുക. അത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കമുള്ള ഒരു മുറികളുള്ള ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് വീടിന്റെ മുമ്പിലായിട്ട് 21 എന്ന് പറയുന്ന ഒരു നമ്പര്, ഈ പഞ്ചായത്ത് പോലെയുള്ള അവിടുന്ന് എന്തോ ഒരു സർവേയുടെ എന്തോ ഭാഗമായിട്ട് ഈ 21 എന്നുള്ള നമ്പര് അതിലിങ്ങനെ നോട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടിന്റെ മുൻവശമാണ്. ഞങ്ങൾ 21 എന്ന് പറയുന്ന ഒരു നമ്പര് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് വീട്ടിലുള്ള ആൾക്കാർ എഴുതിയതല്ല, അത് വീട്ടുകാർ എഴുതിയതല്ല, അതിൻ്റെ മുമ്പിൽ 21 എന്നൊരു നമ്പർ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നു. യേശുവിൻ്റെ നാമം. ഇടുക്കമുള്ള മുറികൾ, അതായത് ചെറിയ ഇടുക്കമുള്ള മുറികളുള്ള ഒരു വീടാ കർത്താവ് എന്നെ കാണിക്കുന്നത്. ഏകദേശം ആ വീടിന് 42 വർഷം പഴക്കമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തെ കർത്താവ് സ്പർശിക്കുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലെ ചെക്ക്, അതായത് ചെറിയ കുഞ്ഞ് ചെക്ക് കളറിലുള്ള ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ആ വീടിൻ്റെ അകത്തുനിന്നും 2 ദിവസം മുമ്പ് അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോവുകയും അകത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു കാഴ്ചയും കർത്താവ് എന്നെ കാണിക്കുന്നു. പ്രത്യേകിച്ച് ആ വ്യക്തിയെയും കൂടെ കർത്താവ് ഫോക്കസ് ചെയ്യുന്നു. ആ വ്യക്തിയെ ദൈവം തൊടുന്നതായിട്ട് പറയുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിൽ നടന്നതാണ്, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിച്ചാട്ടെ. ദൈവത്തിൻ്റെ വലിയ സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോകുന്നു. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ദൈവത്താലുള്ള സാക്ഷ്യത്തെ സ്വർഗം തുറക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പോ 21 ഡിവിഷൻ എന്റെ വീട്ടിലെ നമ്പറാണ്. 21 ഡിവിഷൻ അത് എന്റെ വീട്ടിന്റെ നമ്പറാണ്. ഈ പറഞ്ഞ അടയാളമല്ല സിസ്റ്റർ കേട്ടായിരുന്നോ? അത് പിന്നെ ആ വീടിന്റെ വലിയ വീടല്ല, ഏകദേശം ഒരു വാർപ്പിന്റെ വീടാണ്. പിന്നെ 2 ദിവസം മുമ്പ് മകനാണ് ഒരു ഷർട്ട് പുറത്തു പോയത്. ആ വ്യക്തിയുടെയും കർത്താവ് തൊടുവാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവ് എന്നെ കാണിച്ചതാണ്. ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ സമാധാനം വരാൻ വേണ്ടി പോകുന്നു. നന്മ തുറക്കാൻ വേണ്ടി പോകുന്നു. ഭവനം അവകാശമായി ലഭിക്കാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഭാരം തലയിലോട്ട് വെക്കണ്ട, ദൈവത്തെ ഏൽപ്പിക്കുക. ഇന്ന് കേട്ട വചനം പോലെ ഇസ്രായേലിന് വേണ്ടി കർത്താവ് പാലും തേനും ഒഴുക്കുന്ന ദേശം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം കാശ് കൊടുത്ത് മേടിച്ചതല്ല, ദൈവം അവകാശമാക്കി കൊടുത്തതാണ്. അങ്ങനെയെങ്കിൽ അവകാശം ദൈവം തരുന്നതാണ്. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്നെ കർത്താവ് ഒരു വാക്യം കാണിക്കണം. കേൾക്കുന്നൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഒരു ഭർത്താവിൻ്റെ സഹോദരൻ, ആ വ്യക്തിയുടെ പേര് കർത്താവിൻ്റെ ഉള്ളത്തിലേക്ക് വരുവാണ്. ആ ഒരു ഭർത്താവിൻ്റെ സഹോദരനാണ്, അതായത് ഭർത്താവിൻ്റെ സഹോദരൻ്റെ പേരാണ് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് എന്നാണ്. ഭർത്താവിൻ്റെ സഹോദരൻ എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഭർത്താവിൻ്റെ സഹോദരനാണ് സുരേഷ് എന്ന് പറയുന്ന വ്യക്തി. ആ കുടുംബത്തെ കർത്താവ് ഒരു അടയാളമായിട്ട് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ 2 കുടുംബങ്ങളെയും ബന്ധപ്പെടുത്തി ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടീനെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ സകല അന്ധകാരങ്ങളെ നീക്കി ദിവ്യ സമാധാനത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. ആ കുടുംബത്തെ ഇന്ന് ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നു. നന്മ ആ കുടുംബത്തിന്റെ മേൽ റിലീസ് ചെയ്യുന്നപ്പ സകല തടസ്സവും നീങ്ങി. പറഞ്ഞു
പറഞ്ഞു. പെൺകുട്ടി എന്റെ മോളാണ്. യേശു എന്റെ ഭർത്താവിന്റെ ചേട്ടൻ, ഭർത്താവിന്റെ അനിയന് ഭർത്താവിന്റെ ഈ പറഞ്ഞ ആള് സുരേഷ് എന്ന് പറഞ്ഞത് ഭർത്താവിന്റെ അനിയൻ സുരേഷ്. ഈ നീതു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടീനെ കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ വ്യക്തിയുമായിട്ട്, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ അത് ചേട്ടന്റെ മോന്റെ പെണ്ണാണ്. ചേട്ടന്റെ പേരെന്തുവാ? സുരേഷ്. ഈ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ മോളാണ് ഈ നീതു എന്ന് പറയുന്നത് അല്ലേ? മോന്റെ പെണ്ണാണ്. അതായത് മകന്റെ ഭാര്യ. മകന്റെ ഭാര്യ. ഓക്കെ. ഈ കാര്യം വലിയ അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെ ചേട്ടന്റെ ഭാര്യ സ്നാനപ്പെട്ട് വിശ്വാസത്തിലുള്ളതാണ്. ചേട്ടനൊന്നും വിശ്വാസമില്ല. മോനും വിശ്വാസം. ഇന്ന് സിസ്റ്ററെ കർത്താവ് ഒരു സാക്ഷ്യമാക്കി, ഒരു അനുഗ്രഹം, ഈ സാക്ഷിയാക്കുക എന്ന് പറഞ്ഞ ദൈവം നമ്മളെ അനുഗ്രഹ പാത്രമാക്കി ആ കുടുംബത്തെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. ദൈവം അതുകൊണ്ടാണ് കണക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും ആലോചനകളെ ശ്രദ്ധിച്ചോണം, സിസ്റ്ററെ പ്രാർത്ഥിച്ചോണം. ദൈവം നിങ്ങളൊരു അനുഗ്രഹമാക്കി ഈ സുരേഷിനും ഈ പറഞ്ഞ നീതുവിനും കാണത്തക്കവണ്ണം ആ കുടുംബം യേശുവിൽ അടി ഉറയ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. നിങ്ങൾ അവർക്കൊരു അനുഗ്രഹമാക്കി മാറ്റും. നന്ദി കർത്താവ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. ഞാനൊരു കുടുംബത്തെ കർത്താവിനെ കാണിക്കുന്ന, അമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചിയുടെ ഫോട്ടോ അവിടെയുണ്ട്. ആ ഫോട്ടോ നോക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളത്തിൽ റോസാമ എന്ന് പറയുന്ന ഒരു പേരാണ് ആ അമ്മച്ചീനെ കാണിക്കുന്നത്. മരണപ്പെട്ടുപോയി. അമ്മച്ചിയുടെ കാലത്തുണ്ടായിരുന്ന ഒരു നിലം, ആ അമ്മച്ചിയുടെ കാലത്തുണ്ടായിരുന്ന സമയത്ത് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം വിറ്റുപോയി. ആ വിറ്റുപോയ സ്ഥലം, ആ വിറ്റുപോയതിന് ശേഷം പിന്നീട് സാമ്പത്തികമായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ഞെരുക്കം ഉണ്ടായിരുന്നു. എന്നാൽ ആ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറാൻ പറ്റിയില്ല. പിന്നീട് ഓരോരോ പ്രശ്നങ്ങൾ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ വന്നു. ഇന്ന് ആ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വസ്തുവിൻ്റെ മേൽ പ്രശ്നങ്ങളായി കിടന്നിരുന്ന സകല വിഷയത്തിൻ്റെ മേൽ ഇന്ന് ദൈവത്താലുള്ളൊരു പ്രവൃത്തിയെ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവാന്ന് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം, നിങ്ങൾ കേട്ട അടയാളം, ആ മാതാവിൻ്റെ ഫോട്ടോ ഇരിക്കുന്ന ഈ പറഞ്ഞ പേരുള്ള ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അത് കയറിക്കൂടിയത് എവിടുന്ന് വന്നോ അവിടേക്ക് തന്നെ അത് മടങ്ങിപ്പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ സമാധാനത്തിൻ്റെ അടയാളത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് എന്നെ കേൾക്കുന്ന ആ വ്യക്തി ആമേൻ പറഞ്ഞ വിഷയം. ഞങ്ങളുടെ ഭവനമാണത്. ഇതാരാ സിസ്റ്റർ പറഞ്ഞത്? ആ വ്യക്തി, ആ ഫോട്ടോ ഇരിക്കുന്നത് അമ്മച്ചിയായിരുന്നു. ഈ പറഞ്ഞ ആൾ അമ്മച്ചിയുടെ ആയിരുന്നു. അതെ, അമ്മച്ചിയായിരുന്നു, മരിച്ചുപോയി. അമ്മച്ചിയുടെ പേരെന്നായിരുന്നു? റോസമ്മ എന്ന് പറഞ്ഞത്. ഈ സ്ഥല വിഷയം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണോ സിസ്റ്ററെ? സ്ഥലം അതെ, അത് എത്ര നാൾ മുമ്പുള്ള പ്രശ്നം? ഈ അമ്മ മരിച്ചത് എത്ര നാളായി? 6 വർഷമായി. 6 വർഷമായി. അപ്പൊ ഈ കാര്യം വല്ല സിസ്റ്റർ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളോട് ആരോടെങ്കിലും പറയുകയോ പ്രയർലേലി വിളിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ? ഈ ഫോട്ടോയിലുള്ള അമ്മച്ചിയുടെ കേൾക്കാൻ ഞങ്ങൾ വല്ല സാധ്യതയുണ്ടോ? ഇല്ല. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കുരുക്കുകൾ അഴിയുകയാണ്. ആ വിഷയത്തിന് മേൽ മാറിയിട്ട് സാമ്പത്തികം മാത്രമല്ല സമാധാനവും കൂടെ കുടുംബത്തിൽ തുറക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ കർത്താവ് ഒരു വാക്ക് പറയുന്നു, കൂട്ടുകാരിൽ പരമായി ദൈവം ആനന്ദ തൈലത്താൽ പൂശും. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിനക്ക് ഈ അവസ്ഥ വന്നു എന്ന്. അവരെല്ലാം കാണുകയെ കർത്താവ് മാനിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ആമേൻ പറഞ്ഞ ആലോചനയെ സ്വീകരിച്ചാട്ടെ. യേശുവിന്റെ അധികാര നാമത്തിൽ ഇന്ന് തുറക്കുവാണ്. ഇപ്പോൾ ഇത് യേശുവിന്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യമാക്കി മാറ്റുന്നപ്പ കർത്താവെ അങ്ങ് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ വൻകൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. ഓരോരുത്തരെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ ആരാധന. ഞങ്ങളിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവെ ഇന്ന് രോഗിയായി ഭാരപ്പെടുന്നവരൊക്കെ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ ഇന്ന് ദൈവത്തിന്റെ വലിയ മഹത്വം ഇന്ന് വ്യക്തികളുടെ മേൽ വെളിപ്പെടുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ അപ്പ. സകല പ്രതികൂലങ്ങളും മാറട്ടെ, സകല പ്രതിസന്ധികളും മാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ രോഗത്താൽ ഇരിക്കുന്നവർ നിങ്ങളുടെ സമയം മുന്നോട്ട് പോയി അവകാശം പറഞ്ഞ് എൻ്റെ സൗഖ്യം, ഈ നിമിഷം ആ വേദനകൾ രോഗശക്തികൾ വിട്ടുമാറുന്നു.
ആ ബ്ലഡിലെ കൗണ്ടിനോട് പറ, ജീവിതകാലം മുഴുവൻ എനിക്ക് പറ്റത്തില്ല കാശ് മുടക്കി മരുന്ന് മേടിക്കാൻ വേണ്ടി, എനിക്ക് ദിവ്യ ആരോഗ്യം കർത്താവ് തന്നതാണെന്ന് പറയണം. ആരോഗ്യം എനിക്ക് തന്നതാണ്, അതുകൊണ്ട് പോയി കളയാനുള്ളതല്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദിവ്യ ആരോഗ്യം ദീർഘായുസ്സുവിൻ്റെ അവകാശമാണ്. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, അനുഗ്രഹിക്കുന്നപ്പ. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്ന ഈ സമയത്ത്, അതിന് ശേഷം നിങ്ങൾ സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള അവസരമുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും. ഓർത്തോണം, നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി വിതയ്ക്കുമല്ല കേട്ടോ. ദൈവം എനിക്ക് നന്മ തന്നാൽ വിതയ്ക്കുമെന്നല്ല പറയേണ്ടത്, ഞാൻ അനുഗ്രഹമാണ്. നിങ്ങളുടെ ജോലിയെ അനുഗ്രഹിക്കുന്നു, ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു, എല്ലാ കൊടുക്കൽ വാങ്ങലുകൾ അനുഗ്രഹിക്കുന്നു. ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. നിന്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വന്നിരിക്കുന്നുള്ള വചനത്താൽ ബ്ലസ് ചെയ്യുന്നു. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗം നമ്മളെ സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ. നാളെ ചിലപ്പം നമ്മുടെ പ്രാർത്ഥന കൺഫേം അല്ല, ചിലപ്പോൾ സൂമിലായിരിക്കത്തില്ല, ചിലപ്പം ഇല്ലെങ്കിൽ മെസ്സേജ് വരും. മെസ്സേജ് വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ അപ്ഡേഷൻ നോക്കുക, യൂട്യൂബിൽ അത് കാണും. ഇന്നത്തെ ഇല്ലെങ്കിൽ യൂട്യൂബിൽ ഡേറ്റ് നാളത്തെ വെച്ചുകൊണ്ട്, യൂട്യൂബിൽ ഒന്നും ഇല്ലെങ്കിൽ, മെസ്സേജ് രണ്ടും വന്നില്ലെങ്കിൽ നമുക്ക് സൂമിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ യൂട്യൂബിലൊക്കെ അപ്ഡേഷൻ വരും, അവിടെ കാണാൻ പറ്റും. മീറ്റിംഗ്, അപ്കമിങ് മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൂമിൽ തന്നെ ആയിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ. ഹലോ ബ്രദറ്. പറഞ്ഞു സിസ്റ്ററെ. കഴിഞ്ഞ ഞായറാഴ്ച ഒരു ആലോചന പറഞ്ഞായിരുന്നു ബ്രദറ്. ലീലയുടെ ഒരു മകളെ ഭയങ്കര ഞെരുക്കത്തിലിരിക്കുന്നതാണ്. ആ മകളെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ആലോചന ഏറ്റെടുക്കുന്നു. പക്ഷെ മകൾക്കെന്തോ വിശ്വാസമൊന്നുമില്ല. അവര് വിശ്വാസത്തിലുള്ളതല്ല. അത് കാരണം അവർക്കത് വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ ഞാനത് ഏറ്റെടുക്കുന്നു. അന്നേരം വേറെ ഒരു സിസ്റ്റർ അവിടെ പറയുന്നുണ്ടായിരുന്നു, എന്റെ അമ്മയാണ് ലീലാന്ന്. ഇത് ഞാൻ ഇത് ഏറ്റെടുക്കുന്നു. എന്റെ പേരാണ് ലീല. എന്റെ മക്കള് 3 പേര് പെൺപിള്ളേരുണ്ട്. അവരിങ്ങനെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഞാൻ ആലോചന ഏറ്റെടുക്കുന്നു. കർത്താവ് അത് സാക്ഷ്യവാക്യമായിട്ട് സിസ്റ്ററെ വലിയ പ്രവർത്തികൾ കർത്താവ് നിറയ്ക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞോട്ടെ. പറഞ്ഞു ബ്രദർ, ഞാനൊരു ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. ചേച്ചിക്ക് ഏകദേശം 11 വർഷമായിട്ട് ചേച്ചിക്ക് ഒരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തായിരുന്നു. പക്ഷെ അവൾക്ക് അതിൽ നിന്നൊക്കെയും പക്ഷെ ട്രീറ്റ്മെന്റ് കൊണ്ട് സൗഖ്യം കിട്ടിയില്ല. അവൾക്ക് മാറുന്നില്ലായിരുന്നു സ്കിൻ ഡിസീസ്. അവൾ ഒരുപാട് സ്റ്റിറോയിഡ് ക്രീംസ് യൂസ് ചെയ്തു, ലേസർ ചെയ്തു, ബയോപ്സി ചെയ്തു, ക്രയോതെറാപ്പി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ചെയ്തു. അത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അവളങ്ങ് ഒത്തിരി വിഷമത്തിലൊക്കെ ആയിരുന്നു. അത് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആ വിഷയം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അവളോട് ഇങ്ങനെ എപ്പോഴും പറയും, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ അവളിങ്ങനെ ചിരിക്കുമായിരുന്നു. അപ്പം ഞാനിപ്പം കഴിഞ്ഞ ദിവസം അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരാഴ്ചയായിട്ട് അവൾക്ക് അതിൽ നിന്ന് ഒരു പൂർണ്ണ സൗഖ്യം കിട്ടി. അവൾക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അപ്പൊ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ ചേച്ചിക്ക് സൗഖ്യം കിട്ടി. ആമേൻ. ഇത് വലിയൊരു സാക്ഷി സിസ്റ്റർ പറഞ്ഞു. എത്ര വർഷമായിരുന്നു രോഗത്താല് ചേച്ചി ഇരുന്നത്? ഏകദേശം 11 വർഷത്തോളമായി. നിങ്ങൾ കേട്ടെ, 11 വർഷമായിട്ട് സ്കിൻ ഡിസീസിന്റെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പേര് പോലും എനിക്ക് മനസ്സിലായില്ല. ഒത്തിരി ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലേ, ഒത്തിരി ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെയും അതിലെല്ലാം വിധേയപ്പെട്ട്, പക്ഷേ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. പക്ഷേ പ്രിയ സഹോദരി വിശ്വാസത്താൽ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് പറഞ്ഞ പോലെ 11 വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്ന സ്കിൻ ഡിസീസിനെ യേശു പൂർണ്ണ സൗഖ്യം, അല്ലെ, പൂർണ്ണ സൗഖ്യം ലഭിച്ചു അല്ലേ? സൗഖ്യം കിട്ടി. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ അവളുടെ ദേഹത്ത് കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. യേശുവിന്റെ അടിപ്പിണരാൽ അവൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അപ്പോ അവള് തന്നെ എന്നോട് പറഞ്ഞു, എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്കിപ്പോ പൂർണ്ണ സൗഖ്യം കിട്ടിയിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. ആമേൻ. ഇത് വലിയ അത്ഭുതമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവകാശമാണ് സൗഖ്യം. അവർക്ക് വിശ്വസിക്കാൻ, സഹോദരിക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പറഞ്ഞ് 11 വർഷം കാലം നിങ്ങൾ നോക്കി, 11 വർഷമായിട്ടുണ്ടായിരുന്ന രോഗശക്തിയെ അവകാശികൾ പ്രാപിച്ചെടുത്തു. സൗഖ്യത്തിന്റെ അവകാശികൾ നിങ്ങളാണ്. കർത്താവ് ഇന്ന് സാക്ഷ്യത്തിലൂടെ നമ്മൾ ഉറപ്പിക്കുന്നതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിറയ്ക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി?
ബ്രദറെ, ഞാൻ ഈ പ്രാർത്ഥനയിൽ കയറിയതിന് ശേഷം എന്റെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വന്നു. എന്റെ വിശ്വാസത്തിലും മാനസിക സാക്ഷ്യങ്ങള് വചനങ്ങളൊക്കെ. അപ്പൊ ഞാൻ എന്റെ കുടുംബത്തിൽ പലതും ഞാൻ കണ്ടു. പിന്നെ ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ കുറിച്ചൊക്കെ ദേവദാസ ആലോചന പറയുകയും ചെയ്തു. അപ്പൊ ഇപ്പൊ എന്റെ അമ്മ പെട്ടെന്ന് ഇങ്ങനെ വീണിട്ട് ഐസിയുലാണ്. അപ്പൊ അത് ദൈവനാമം മഹത്തായി മാറണം എന്നാണ്. അതായത് ജീവിച്ചിരിക്കുന്ന ദേശത്ത് ഇങ്ങനെ ദൈവയുടെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് വലിയൊരു കുടുംബങ്ങൾ അവരൊക്കെ കത്തോലിക്കരാണ്. നമ്മൾ എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവണില്ല. അവരുടെ കുടുംബത്തെ കുറിച്ചിട്ടൊക്കെ ദേവദാസ ആലോചന പറഞ്ഞതൊക്കെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായി. അമ്മ വിശ്വാസത്തിൽ വന്നെങ്കിലും ആ കുടുംബ പശ്ചാത്തലത്തിൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് ആളിങ്ങനെ അവരെ കീഴടങ്ങി നിൽക്കുകയാണ്. പെട്ടെന്ന് ദൈവം അത്ഭുത സാക്ഷിവാക്ക് സിസ്റ്ററെ. ഞാൻ പറഞ്ഞാൽ ഏത് വിശ്വാസമാണെങ്കിലും കർത്താവിൽ ഒറ്റ വിശ്വാസമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. അത് കർത്താവ് തീർച്ചയായിട്ടും പറഞ്ഞാൽ ഞങ്ങൾ ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. അമ്മ പൂർണ്ണ സൗഖ്യമാകും, പൂർണ്ണ അത്ഭുതമാകും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോണം. അനേകർക്ക് ഇതൊരു അതിശയമായി തീരുന്നെന്ന് പറഞ്ഞോണം. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. വലിയ സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ പറഞ്ഞു. ഞാൻ പറയട്ടെ ബ്രദറെ, ഞാനിപ്പം ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഞാൻ എന്റെ ആരോഗ്യം എന്റെ അവകാശമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് മൂക്കിന്ന് എപ്പോഴും എനിക്ക് മൂക്കടപ്പുണ്ട്, സർജറി കഴിഞ്ഞിട്ട് 1 വർഷമായിട്ട് എനിക്ക് അതിനൊരു മാറ്റവും വന്നില്ല. ഇപ്പോൾ എന്റെ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ആരോഗ്യം എന്റെ അവകാശമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ 2 മൂക്കും തുറന്ന് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നു. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതുവരെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു, ശ്വാസം എടുക്കാനേ പറ്റില്ലായിരുന്നു. എന്റെ ആരോഗ്യം എന്റെ അവകാശമാണെന്ന് ബ്രദർ പറഞ്ഞ് അപ്പോഴും മുതൽ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നു, എനിക്ക് മണം അറിയാൻ പറ്റുന്നു. ഇന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചതിന് ബ്രദർ ആമേൻ, ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. പ്രേസ്റ്റ് പറഞ്ഞത് കേട്ടല്ലോ. സൗരി പറഞ്ഞ പോലെ തന്നെ 1 വർഷമായിട്ട് സർജറി കഴിഞ്ഞിട്ട് പോലും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, സ്മെല്ല് ശരിക്കും കിട്ടുന്നില്ലായിരുന്നു. ഇന്ന് പ്രാർത്ഥനയിൽ ആരോഗ്യം എന്റെ അവകാശമാണെന്ന് വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ നിമിഷം മുതൽ അത് തുറന്നു. ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ സിസ്റ്ററെ? കേൾക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് പറ്റുന്നു, നന്നായി മണം വരെ അറിയാൻ പറ്റുന്നു. ആമേൻ. മണം വരെ എനിക്ക് നന്നായി ശ്വസിക്കാൻ പറ്റുന്നു. ആമേൻ. ഇൻസ്റ്റന്റ്ലി കർത്താവ് ചെയ്തതാണ്. ഇപ്പൊ കർത്താവ് ചെയ്ത അത്ഭുതമാണ്. കർത്താവ് എന്ന് തൊട്ട് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. അനേകരോട് പറയണം, അനേകരെ സൗഖ്യമാക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. എന്റെ പേര് ഷീജ എന്നാണ്. ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ്. ഈ ഒരാഴ്ച ആയതേ ഉള്ളൂ ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് കയറാൻ തുടങ്ങിയിട്ട്. അതിനു മുൻപ് ഞാൻ യൂട്യൂബിൽ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒരു ജോലി ഇല്ലാതെ ഞാൻ വളരെ പ്രയാസത്തിലായിരുന്നു. പല ജോലിക്ക് കയറും, എന്തെങ്കിലുമൊക്കെ തടസ്സം വരും, അങ്ങനെ പോവും. അങ്ങനെ ഇരുന്ന് ഞാൻ ഈ കൂട്ടായ്മയുടെ ഓൺലൈനിൽ ഇപ്പോൾ പ്രേയറിന് കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പൊ എനിക്ക് പിന്നെ ഞാൻ 2 ഇടത്തുനിന്ന് ഓഫർ ലെറ്റർ വരുവാൻ ദൈവം സഹായിച്ചു. ഇപ്പൊ എവിടെ പോകണമെന്നറിയാതെ ഒരു കൺഫ്യൂഷനാണ്. ഒരെണ്ണം ദൂരത്താണ്, ഒരെണ്ണം അടുത്താണ്. എന്റെ ഇക്കാമ ട്രാൻസ്ഫർ എത്രയും പെട്ടെന്ന് ഇക്കാമ ട്രാൻസ്ഫർ ആക്കണം. അതിന്റെ പേപ്പർ വർക്ക് അവർ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നു. ആ വിഷയത്തെ ദൈവത്തിന് മാത്രം. കർത്താവ് എന്ന് തുറന്ന കൃപയ്ക്ക് ബ്രിസ് പറഞ്ഞ ആദ്യമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഒരു വലിയ ഭാരപ്പെട്ട ജോലിക്ക് വേണ്ടി ഇന്ന് പറഞ്ഞ 2 തലത്തുനിന്ന് ജോലി സിസ്റ്ററെ കർത്താവ് ഏറ്റവും ബെസ്റ്റ് തുറക്കും യേശുവിന്റെ നാമത്തിൽ. ഈ ദിവസങ്ങളിൽ തന്നെ ഇത് ക്ലാരിറ്റി വരും. വലിയൊരു സാക്ഷ്യമൊക്കെ കർത്താവ് മാറ്റും കേട്ടോ. എല്ലാം ക്ലിയർ ആവും, ദേശത്ത് സാക്ഷ്യമാവും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പറഞ്ഞു സിസ്റ്ററെ. എന്റെ കഴുത്തിന് ഭയങ്കര വേദനയായിരുന്നു 3-4 ദിവസമായിട്ട്. ഇപ്പൊ അത് പ്രയർ കൂടി മാറി. ബ്രദറെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്തിന് എനിക്ക് മാറ്റം വന്നു. ഭയങ്കര എന്റെ കഴുത്തിലോ ഒരു ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. വേദന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു എന്തോ ഒരു അസ്വസ്ഥത പോലെയായിരുന്നു കഴുത്തിന്. അതൊന്ന് മാറി ബ്രദർ. ആമേൻ. പറയാ ദൈവത്തിന്. കർത്താവ് സൗഖ്യത്തിന് നന്ദി. അപ്പൊ രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്, അത്ഭുതം നമ്മുടെ അവകാശമാണ്, സമൃദ്ധി നമ്മുടെ അവകാശമാണ്. കർത്താവ് തൊട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. God bless you, sister. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ.
ഇന്നലെ നമ്മള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്റെ കൂട്ടുകാരുടെ ചേച്ചിയുടെ മോള് ജമ്മു കാശ്മീരിലാണ്. അവരവിടെ ടീച്ചറാണ്. അപ്പൊ അവിടെ ഹോസ്റ്റലൊക്കെ ചുറ്റും എല്ലാ ആൾക്കാരും അവര് പാകിസ്ഥാൻകാര് ചുറ്റും നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് ടെൻഷനിലായിരുന്നു. അപ്പൊ ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ മെസ്സേജ് നോക്കി, ഞാൻ പ്രാർത്ഥിക്കാണ്ട ദൈവം നാളെ നേരം വെളുക്കുമ്പോഴേക്കും അത്ഭുതം പ്രവർത്തിക്കും പറഞ്ഞു. അവർക്ക് സമാധാനമില്ല. രാത്രി മുഴുവൻ ഒരു കുടുംബത്തിൽ മാവേലി കഴിയുന്ന ഒരു കുടുംബം, ഭർത്താവിന്റെ കുടുംബം കോഴിക്കോടും ടെൻഷനപ്പെട്ട് ഒരേ കരച്ചിലാണെന്ന് പറഞ്ഞു. ഭാരപ്പെടേണ്ട ഒക്കെ ദൈവത്തിൽ ഏൽപ്പിച്ചിട്ട് ദൈവം പ്രവർത്തിക്കും പറഞ്ഞു സമാധാനപ്പെടുത്തി. എന്നിട്ടും ഒരിക്കൽ കൂടി ഞാൻ നമ്മുടെ അജിക്കുട്ടിയെ വിളിച്ചു. അത് നല്ല ഉറപ്പായിരുന്നു. ഒന്ന് പ്രാർത്ഥിക്കണമോ, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. രാവിലെ എണീക്കുമ്പോഴേക്കും നല്ലൊരു റിസൾട്ട് കിട്ടി. വലിയൊരു അനുഗ്രഹമാണ് ദൈവം അവിടെ പ്രവർത്തിച്ചത്. അവരെ സ്ഥാനത്ത് മാറ്റി കൊണ്ടുപോയി ഒരു പ്രശ്നമില്ല, സുരക്ഷിതമായ ഒരു സ്ഥലത്ത് സ്കൂളിൽ അവിടെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞു. കുടുംബം ഒരുപാട് സന്തോഷത്തോടെ. ആമേൻ. കർത്താവെ അങ്ങ് വിടുവിച്ച കൃപയ്ക്ക് നന്ദി. ആ കുടുംബത്തിന്റെ മേൽ ദൈവം കൊടുത്ത സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും നന്ദി. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ്. ഇനിയും സാക്ഷ്യങ്ങളാൽ ദൈവം തുറക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പക്ഷേ എനിക്കൊരു സാക്ഷ്യമുണ്ട് പറയാന്. പറഞ്ഞോ. എനിക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു തലവേദനയായിരുന്നു. അത് പൂർണ്ണമായി ദൈവം സൗഖ്യമാക്കി തന്നു. എത്ര വർഷമായിട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ട്? എനിക്ക് ഒരു 10 വർഷത്തോളമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരും, ഒരു സൈഡിലോട്ട് വരും, രാത്രി ഉറക്കത്തിൽ ഇങ്ങനെ തലവേദന വരും, പെട്ടെന്ന് ചാടി എണ്ണിക്കും, ഉറക്കമില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പം പൂർണ്ണമായ ഒരു സൗഖ്യം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളൊരു? വേഗത്തിൽ പറഞ്ഞോട്ടെ. പറഞ്ഞു. ഞങ്ങള് സൺഡേയില് ആരാധനയ്ക്ക് വർഷിപ്പിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയിൽ 18 വർഷം ഭൂതാത്മാവ് ബാധിച്ച ഒരു സഹോദരി വന്നു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ദേവദാസൻ അവരുടെ മേൽ കൈവച്ചപ്പം അവരുടെ ഉള്ളിലുള്ള ഭൂതം ഇളകിയിട്ട് അവര് ആ ചർച്ചാലയത്തിൽ മൊത്തം ഭയങ്കര പാമ്പെഴയുന്നത് പോലെ കിടന്നെങ്കിൽ എഴയുമായിരുന്നു. അവസാനം കുറെ നേരം ദേവദാസൻ പ്രാർത്ഥിച്ചിട്ടും ഇതങ്ങോട്ട് വിട്ടുപോകുന്നില്ല. അപ്പം പെട്ടെന്ന് ദൈവം ഞങ്ങൾക്കൊരു നിയോഗം തന്നെ, നിങ്ങൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ മുമ്പിലോട്ട് വന്ന് എന്റെ ഹസ്ബൻഡ് ആ സഹോദരിയുടെ തലയിൽ കൈവച്ചിട്ട് ബ്രദർ പറഞ്ഞ വചനങ്ങൾ അങ്ങോട്ട് ഏറ്റു പറയാൻ തുടങ്ങി. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറയാനും, ഞാനും ആ സഹോദരിയുടെ കയ്യിൽ പിടിച്ച് യേശുവിന്റെ രക്തം ഇപ്പൊ തന്നെ വിട്ടുപോകണോന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ബ്രദറെ, അപ്പൊ തന്നെ ആ സഹോദരി കീഴടങ്ങി. ഞാൻ പൊയ്ക്കോളാം എന്ന് പറയും. എല്ലാരും കണ്ടിട്ട് ഭയങ്കര അതിശയത്തോടെ നിൽക്കുമായിരുന്നു ബ്രദറെ. ഞങ്ങൾ തന്നെ അങ്ങ് അതിശയിച്ചു പോയി. കാരണം ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പവർ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ ബ്രദറിന്റെ പ്രാർത്ഥനയിൽ കൂടി ഞങ്ങൾ അങ്ങനെ വചനം പറയാനും അത് നേരി കാണാനും ഞങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടി ബ്രദറെ. വലിയൊരു അനുഭവമായിരുന്നു. എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല ബ്രദറെ. ഞങ്ങളെ ഇത്രത്തോളം വളർത്തിയതിന് നന്ദി ബ്രദറെ, നന്ദി. ഒരു സഹോദരിയുടെ ദേഹത്തു നിന്ന് അത് ഒഴിഞ്ഞു പോകുന്നത് ഞങ്ങൾക്ക് കാണാൻ ഭാഗ്യം കിട്ടി ബ്രദർ. 18 വർഷം കൊണ്ട് അവരത് അനുഭവിക്കുമായിരുന്നു. അവൻ തീർച്ചയായിട്ടും പ്രേസ്റ്റ് പറഞ്ഞ പോലെ ആ വചനത്തിന്റെ അറിവ് പ്രിയ മകളെ എന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ശക്തി കൊടുത്തു. അതാണ് കൂട്ടായ്മയുടെ ബലം. 18 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്ന ഭൂതം അവരെ ബന്ധിച്ചിരുന്നു. പ്രീസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അവർ മുമ്പോട്ട് ഇറങ്ങിച്ചെന്ന് കർത്താവിന്റെ വചനം അധികാരം തിരിച്ചറിഞ്ഞു. അതാണ് അവകാശിയും അധികാരവും തിരിച്ചറിഞ്ഞ് അതേപോലെ വാട്ടജബൽ 18 വർഷമായിട്ട് മാറാതിരുന്ന ഭൂതശക്തി, ആ തകർന്നുകൊണ്ടിരുന്ന ശക്തി ആ കുടുംബം വിട്ട് പോകാനിടയായി തീർന്നു. ആ മകള് വിടുവിക്കപ്പെടാനിടയായി തീർന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേക ഭവനങ്ങളിൽ പോവുക, കുടുംബമായിട്ട് അനേകരെ വിടുവിക്കുക. ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ആയിത്തീരട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ജോലിക്ക് പോയപ്പോ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചോണ്ടാ പോയത്. എന്റെ പേഷ്യന്റിന് ഒരു കുഴപ്പവും വരരുതെന്ന്. അപ്പൊ ഞാനവിടെ ചെന്ന് 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എന്റെ ഒരു പേഷ്യന്റ് സീരിയസ് ആയി. അപ്പം കോഡ് ബ്ലൂ ടീം വന്നു. അവര് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു. പക്ഷെ പേഷ്യന്റ് എക്സ്പയർഡായി. അവര് ഡെത്ത് ഡിക്ലെയർ ചെയ്തു. അവര് പോയി കഴിഞ്ഞപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്റെ പേഷ്യന്റ് ഒന്നും മരിക്കരുതെന്ന്. ഈ പേഷ്യന്റ് ആത്മാവിനെ തിരിച്ചു വിടാൻ അങ്ങേക്ക് പറ്റുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പേഷ്യന്റിനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം പേഷ്യന്റ് ശ്വാസം എടുക്കുന്നു. അപ്പത്തേക്കും വീണ്ടും ഞങ്ങൾ കോഡ് ബ്ലൂവിനെ വിളിച്ചപ്പോൾ അവര് വന്നിട്ട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ടുണ്ട് നോക്കുമ്പോൾ BP-യും പൾസും എല്ലാം നോർമലായി. അത് കഴിഞ്ഞപ്പം പേഷ്യന്റ് ഫാമിലിയെ ആദ്യമേ തന്നെ ഡെത്ത് ഡിക്ലെയർ ആയപ്പം തന്നെ പേഷ്യന്റ് ഫാമിലിയെ ഇൻഫോം ചെയ്തു.
അത് കഴിഞ്ഞ് വീണ്ടും ഫാമിലിയോട് വിളിച്ചു പറഞ്ഞു പേഷ്യന്റ് ഇങ്ങനെ ജീവൻ വന്നു, BP ഒക്കെ നോർമലാന്ന് പറഞ്ഞപ്പം പേഷ്യന്റ് ഫാമിലി പറഞ്ഞു ഇനി ഒന്നും ചെയ്യണ്ട, പേഷ്യന്റിനെ കംഫർട്ട് കെയറിൽ ഇട്ടേക്കാൻ പറഞ്ഞു. എന്നാലും പേഷ്യന്റ് ജീവൻ തിരിച്ചു വന്നതിൽ എനിക്ക് വലിയ സന്തോഷമായി. പിന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എല്ലാം ക്യാൻസൽ ചെയ്തു. പേഷ്യന്റ് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പേഷ്യന്റ് മരിച്ചു. എനിക്കതൊരു പേഷ്യന്റ് തിരിച്ചു വന്ന പേഷ്യന്റ് ശ്വാസം തിരിച്ചു കിട്ടിയപ്പോൾ എനിക്കൊരു വലിയ സന്തോഷമായി. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ എന്ന് ഓർത്ത്. പക്ഷെ ഫാമിലിക്ക് പിന്നെ പേഷ്യന്റിനെ വേണ്ടായിരുന്നു. അന്നേരം പിന്നെ ഞാനും ദൈവത്തോട് പറഞ്ഞു ഫാമിലിക്ക് വേണ്ടെങ്കിൽ പിന്നെ ദൈവം അന്ന് അങ്ങ് എടുത്തു ആത്മാവിനെ എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പേഷ്യന്റ് മരിച്ചു. അധികാരമുണ്ട്. പറഞ്ഞ പോലെ നമുക്ക് ജീവനെ കൊടുക്കുവാനും മരണത്തിൽ നിന്നും വക്കി നിൽക്കുന്ന ഒരു വ്യക്തിയെ വിടിവിക്കുവാനും ആ ശരീരത്തെ കർത്താവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സമയത്തിന് ഏൽപ്പിക്കുവാനും നമുക്ക് അധികാരമുണ്ട്. ദോഷമായി ഭവിക്കാതെ, പറഞ്ഞ പോലെ തന്നെ രോഗിയെ കിടക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവം ഒരു വിടുതൽ കൊടുത്തു. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അധികാരത്തെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദോഷമായി വരാതെ കൊണ്ടും കർത്താവ് സൂക്ഷിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരാളുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ, നമുക്ക് ബാക്കി സാക്ഷ്യങ്ങൾ നാളെ കേൾക്കാം. സമയം ഒത്തിരി മുന്നോട്ട് പോയി. ദൈവം നിങ്ങളെ പറഞ്ഞു. ഞാന് ഒരു 2 വർഷമായി, ഇപ്പം 1 വർഷമായി ഈ പ്രാർത്ഥന കയറിയിട്ട്. ആദ്യം കയറിയപ്പോ തന്നെ ബ്രദറിനോട് ഞാനൊന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇങ്ങനെ മകൾക്ക് 5 വർഷമായി കുഞ്ഞുങ്ങളില്ല, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ബ്രദർ എനിക്കൊരു വാക്യം ഇട്ട് തന്നു, മക്കളെ യഹോവ നൽകുന്ന ദാനവും ഉദരഫലമാവും നൽകുന്ന പ്രതിഫലമാവെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ, ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ അവൾക്ക് ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായി. ഞാൻ അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ബ്രദർ പ്രാർത്ഥിച്ച ബ്രദറിനോടും. എത്ര നാളായിട്ട് തലമുറ ഇല്ലായിരുന്നു സിസ്റ്ററെ? 5 വർഷം. 5 വർഷമായിട്ട് തലമുറ ഇല്ലായിരുന്നു. എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ് ഉദരത്തെ തുറന്നു. തലമുറ ദൈവം തരുന്ന അവകാശമാണ്. അത് നിങ്ങൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ, നിങ്ങൾ അതിനെ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ എന്നതിന്റെ സാക്ഷ്യമാണ്. തലമുറ ഇല്ലാതെ ഭാരപ്പെടുന്നവർ പറഞ്ഞോണം, തലമുറ എൻ്റെ അവകാശമാണ്, കുഞ്ഞുങ്ങൾ എൻ്റെ അവകാശമാണ്, അത് ദൈവം തരുന്ന അവകാശമാണ്. അത് ദൈവ സമൃദ്ധിയായിട്ട് നടക്കട്ടെ സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. ഇതിലെല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. ബാക്കി